ഓക്കെ. നമ്മൾ ഈ കഴിഞ്ഞ 21 ദിവസം തുടർച്ചയായി മറ്റു തടസ്സങ്ങളൊന്നുമില്ലാതെ ബുദ്ധിമുട്ടില്ലാതെ എന്നും 45 മിനിറ്റ് ഏകദേശം പ്രാണായാമവും മെഡിറ്റേഷനും പരിശീലിച്ചു, ഞാൻ നിങ്ങളെ ചെയ്യിച്ചു. അങ്ങനെ തന്നെ പറയാം. ഇപ്പോ നിങ്ങളിൽ പകുതിയിലധികം പേർ എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്തു. കുറച്ച് പേർ ചില സാഹചര്യങ്ങൾ കാരണം പല ദിവസങ്ങളിൽ ലീവായിരുന്നു. അത് നിങ്ങൾക്കും അറിയാം. എനിക്കറിയേണ്ടത് ഇന്ന് നിങ്ങളിൽ എനിക്ക് കിട്ടേണ്ട കാര്യം, കഴിഞ്ഞ ഈ 21 ദിവസം നിങ്ങൾക്ക് എന്ത് കിട്ടി, എന്ത് മനസ്സിലായി, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ, എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്നൊക്കെയാണ്. കാരണം ഒരിക്കലും നിങ്ങളോട് ഞാൻ ഒരിക്കലും പരിശീലിക്കാൻ പറഞ്ഞിട്ടില്ല. ഞാൻ നിങ്ങളെ കൊണ്ട് എല്ലാ ദിവസവും ചെയ്യിക്കാറാണ് ചെയ്യാറ്. ഞാൻ നിങ്ങളെ ഒന്നും പഠിപ്പിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ഓരോ കാര്യങ്ങളും പഠിച്ചു വരുന്നു എന്ന് മാത്രം. വീണ്ടും ഇതുപോലെ തന്നെ പല ക്ലാസ്സുകളും പല ട്രെയിനിങ്ങുകളും ഞാൻ നടത്തി വരുന്നു. പേഴ്സണൽ സെക്ഷൻ ആയിട്ടായാലും ഗ്രൂപ്പായാലും പല കാര്യങ്ങളും. ഈ യോഗ വിത്ത് വർക്കൗട്ട് സെഷൻ എന്നുള്ള ഒരു സെക്ഷൻ രാവിലെ മാത്രമേ ഉള്ളൂ. അല്ലാത്ത ഒരു സെക്ഷൻ ഈവനിങ്ങിലാണ് ഇങ്ങനത്തെ സെക്ഷൻ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ മുദ്ര ക്ലാസ് നടത്താണ്, ചക്ര മെഡിറ്റേഷൻ, അതുപോലെ സാധാ മെഡിറ്റേഷൻ അല്ലെങ്കിൽ പ്രണയമൊക്കെ സെപ്പറേറ്റ് നടത്താറുണ്ട്. ഇപ്പൊ ഇതില് നമ്മൾ ഒരു 2-3 പ്രാണായാമം ഒഴികെ മറ്റെല്ലാ പ്രാണായാമങ്ങളും ഞാൻ ചെയ്യിച്ചിട്ടുണ്ട്. ഇപ്പോ ഇതിൽ പ്രധാനമായിട്ട് കപാൽപതി പ്രാണായാമം, അതിൽ വേറെ 2-3 പ്രാണായാമം ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം അത് ഈ രാത്രി ആയതുകൊണ്ട് സാഹചര്യത്തിൽ ചെയ്യിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. വീണ്ടും എനിക്ക് പറയാനുള്ളത്, നാളെ അടുത്ത 2 ദിവസം വീണ്ടും പ്രാണായാമങ്ങൾ മാത്രം നിങ്ങളെ കൊണ്ട് ഞാൻ പരിശീലിപ്പിക്കുന്നുണ്ട്. ഓക്കെ. എനിക്ക് നിങ്ങളിൽ നിന്നുള്ളൊരു ഫീഡ്ബാക്കാണ് എനിക്ക് കിട്ടാനുള്ളത്. കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരിക്കലും എന്നെ നല്ലതാക്കി പറഞ്ഞ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ മാത്രമാണ് എനിക്ക് പറയേണ്ടത്, കിട്ടേണ്ടത്. ഓക്കെ. ഷിയനെ ആയിക്കോട്ടെ ആദ്യം പറഞ്ഞു. ഷിയ, ഒരു മിനിറ്റ് ഞാൻ അൺമ്യൂട്ട് ചെയ്യട്ടെട്ടാ. ഷിയ മാത്രം അൺമ്യൂട്ട് ചെയ്ത് വേറെ ആരും അൺമ്യൂട്ട് ചെയ്യണ്ട. ഷിയ പറ്റണ്ട, നോക്കൂ. ഹലോ, പറയൂ, എന്താണ് ഷിയയുടെ വിശേഷങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ഈ അവസ്ഥകൾ, 21 ദിവസം പരിശീലിച്ചതിന്റെ അവസ്ഥകൾ എന്തൊക്കെയാണ്? എനിക്ക് ഒന്നാമത് പ്രാണായാമത്തിന്റെ കാര്യം പറയാം. ഞാൻ അന്ന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര സിവിയർ ആയിട്ട് സൈനസൈറ്റിസ് ഉണ്ടായിരുന്നു. അത് ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അത് കംപ്ലീറ്റ്ലി, പിന്നെ എനിക്ക് ഇത്ര ദിവസമായിട്ടും അതിന്റെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടേ ഇല്ല. ഒന്നത് ക്ലിയർ ആയി. പിന്നെ എന്താ പറയാ, എല്ലാം കൊണ്ടും ഒരു പോസിറ്റീവ് ചേഞ്ച് ആണ്. മൈൻഡ് ആണെങ്കിലും ഭയങ്കര റിലാക്സ്ഡ് ആയി. പിന്നെ ഇതുപോലെ ഇങ്ങനെ ക്ലാസ്സിന് കണ്ടിന്യൂസ് ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്നൊന്നും ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്തും വിചാരിച്ചില്ല. ഇപ്പൊ മിഞ്ഞാന്നുണ്ടായ ലാസ്റ്റ് ക്ലാസ് ഉണ്ടല്ലോ, ഒരു 1.5 മണിക്കൂറോളം നമ്മൾ അറ്റൻഡ് ചെയ്തല്ലോ. പക്ഷെ ഞാന് എന്തായാലും അത്രയും നേരം ഒന്നും ഇതുവരെ ഇരുന്നിട്ടില്ല, ഇരിക്കാൻ പറ്റുമെന്ന് അറിയുന്നുണ്ടായില്ല. പക്ഷെ ആ സമയം പോയത് അറിഞ്ഞിട്ട് തന്നെ ഇല്ല. ആദ്യത്തെ ഒരു 10 മിനിറ്റ് കുറച്ചൊരു ഒന്ന് റിലാക്സ് ആയി വരാൻ, ഒരു കോൺസെൻട്രേഷൻ കിട്ടാൻ ടൈം എടുത്തെങ്കിലും പിന്നെ വേറെ ഒന്നും മൈൻഡിലേക്ക് വന്നിട്ടുണ്ടായില്ല. ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു കഴിഞ്ഞപ്പോ. അത് തന്നെ ഇപ്പോഴും കണ്ടിന്യൂ. എനിക്ക് മനസ്സിലായത് ഒരു ക്ഷമ എന്ന 2 വാക്ക് നിങ്ങൾക്ക് ഉണ്ട്. അതെ. ഏറ്റവും വലിയ കാരണം കൂടുതൽ സമയം ഇങ്ങനെ ഇരിക്കാറില്ല. അപ്പൊ നമ്മളിപ്പോ എന്തെങ്കിലും ഞാൻ ശ്രദ്ധിച്ചു, അന്നിപ്പോ ഈ ചക്ര മെഡിറ്റേഷൻ ചെയ്ത് ഏകദേശം 1 മണിക്കൂറും 17 മിനിറ്റ് എത്രയും പറഞ്ഞല്ലോ, അപ്പൊ അത്രയും വന്നല്ലോ. അതിലൊരുവിധം ഏകദേശം അറ്റൻഡ് ഒരാൾ ഒഴികെ ബാക്കിയുള്ളവർ കൃത്യമായി ഇരുന്നിട്ടുണ്ട്. കാല് കടയാൻ കാല് നിവർത്തി വെക്കാൻ പോലും കൃത്യമായി. പിന്നെ നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ നന്നായി കിട്ടണം. ഇതിലൊന്ന് ലയിച്ചിരുന്നല്ലോ, ഒരു ബെനിഫിറ്റ്. പ്രാണായാമം അതെന്തോന്നറിയില്ല, നമ്മളെ മൈൻഡ് വേറെ രീതിയിലേക്ക് പോണോണ്ടാണോ എന്നറിയില്ല. ഈ കാലിന്റെയും കൈന്റെ ഒന്നും നമ്മളെ മനസ്സിലേക്ക് തന്നെ വന്നിട്ടില്ല. വേദന ഉണ്ടാവോ ഇരിക്കുമ്പോൾ, അങ്ങനത്തെ ഒരു കാര്യങ്ങളെ ഡിസ്ട്രാക്ഷൻ വന്നിട്ടേ ഇല്ല. അത് എനിക്ക് തന്നെ കഴിഞ്ഞപ്പോ ഒരു അത്ഭുതമായിരുന്നു എങ്ങനെ ഇരിക്കാൻ പറ്റിയെന്നുള്ളത്. പ്രാണായാമം ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ മനസ്സിലായിരുന്നോ, ചെയ്യാൻ പറ്റിയിരുന്നു? അതാണ് അടുത്ത ചോദ്യം. ഇല്ല, എല്ലാം ക്ലിയർ ആയിരുന്നു സർ പറഞ്ഞത്. മെഡിറ്റേഷൻ ഒരു ഞാൻ പറയാലോ 20 ദിവസം 20 ടൈപ്പാണ് ചെയ്തിട്ടുണ്ട്. അത് വളരെ ഒരു സെപ്പറേറ്റ് ആയിട്ട് അതൊരു പ്രത്യേക അനുഭവം തന്നെ ആയിട്ടുണ്ടാവും പ്രതീക്ഷിക്കുന്നു, അല്ലേ? അതെ. വേറെ എന്തെങ്കിലും സജഷൻ, നിർദ്ദേശങ്ങൾ എന്തെങ്കിലും കൊണ്ട് പറയും? ഇല്ല, സജഷൻ ആയിട്ടൊന്നുമില്ല സാർ. അങ്ങനെ എന്താ പറയാ, ക്ലിസ്റ്റർ ക്ലിയർ ആയിട്ടാണ് ക്ലാസ് കണ്ടക്ട് ചെയ്തത്. അപ്പൊ പിന്നെ അതിന്റെ പ്രത്യേകിച്ച് ഒരു ഇതായിട്ടൊന്നും പറയാനില്ല. ഓക്കെ, മതി. ഓക്കെ, താങ്ക് യു. ഓക്കെ സർ, താങ്ക് യു. താങ്ക് യു. ഇനി
ഷിനുലാൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. പറയൂ. കുറച്ച് ദിവസങ്ങൾ ലീവായിരുന്നു എനിക്കറിയാം. ബാക്കിയുള്ള കാര്യങ്ങൾ പറയൂ. എന്താണ് താങ്കളുടെ അനുഭവങ്ങളും എക്സ്പീരിയൻസും എന്താണ് അതിനെ കുറിച്ചൊന്ന് പറയൂ. 2-3 മിനിറ്റ്. എനിക്ക് മെയിനായിട്ടും ഉണ്ടായിരുന്ന ഈ തൊണ്ടയ്ക്ക് ഇങ്ങനെ ഒരു ചൊറിച്ചില് പോലൊരു അലർജിയുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് തണുപ്പടിക്കുമ്പോഴായിരുന്നു അത് കൂടുതലും. ഈ ചെവിയും തൊണ്ടയുമായിട്ടൊരു അത് നമുക്ക് കിച്ച് കിച്ച് എന്നൊക്കെ പറയാം. അതുപോലെ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ചൊറിച്ചിലാണ്. അപ്പൊ നമ്മൾ അതിനെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മളിപ്പോ ഓഫീസിലൊക്കെ ആണെങ്കിലും ഒരു മീറ്റിങ്ങിന്റെ സമയത്ത് AC അടിക്കുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ എനിക്ക് ചുമച്ചിട്ട് പുറത്ത് പോകേണ്ടി വരും. അതെനിക്ക് ഒഴിവായി, പൂർണ്ണമായിട്ട് ഒഴിവായി. പൂർണ്ണമായിട്ട് ഒഴിവായെന്ന് പറഞ്ഞാൽ ഞാനിപ്പോ ഓഫീസിൽ ഇപ്പം ഒരു കുറച്ച് ദിവസമായിട്ട് ഫുൾ AC ഇടുന്നുണ്ട്. ഇപ്പൊ ചൂടാണ്, അല്ലെങ്കിൽ ഞാൻ ഫാൻ മാത്രമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് ആ മൊത്തത്തില് ആ ഒരു ഇത് മാറി. അതൊരു അലർജിക് പ്രശ്നമായിരുന്നു ശരിക്കും. അത് നമുക്ക് ദേഹമൊക്കെ ചൊറിയത്തില്ലേ ഈ ഭയങ്കരമായി, അതുപോലെ തന്നെ. അപ്പൊ നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, അകത്തല്ലേ. അപ്പം കണ്ണൊക്കെ നിറങ്ങിയിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് അത് പലപ്പോഴും മീറ്റിങ്ങിന്റെ സമയങ്ങളിൽ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അത് മാറിയിട്ടുണ്ട്. അതാണ് എന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക്. നിങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു ചക്ര മെഡിറ്റേഷൻ വെള്ളിയാഴ്ച ഇട്ടത്. കാരണം നിങ്ങൾ ശനിയാഴ്ച ശബരിമലയ്ക്ക് പോകുകയാണെന്ന് പറഞ്ഞു. സാധാരണ ശനിയാഴ്ച രാത്രി പ്ലാൻ ചെയ്തിരുന്നത്. അതെനിക്ക് മനസ്സിലായിരുന്നു, അതുകൊണ്ട് ഞാൻ അറ്റൻഡ് ചെയ്തത്. എനിക്കുള്ള ശരിക്കും എത്ര ദിവസം ലീവായിരുന്നു മൊത്തം? 2 ദിവസം, 2-3 ദിവസം. അത്രേ ഉള്ളൂ അല്ലേ? ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ ചെയ്യാനും പറ്റിയിരുന്നോ? ഈ പ്രാണായാമം ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ലല്ലോ? ഇല്ല, ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. എന്നെ കുറിച്ചുള്ള നെഗറ്റീവുകളും ബാക്കിയുള്ള നിർദ്ദേശങ്ങളും താങ്കൾക്ക് പറയാം. അതിലോട്ട് നമ്മൾ ലയിച്ചിരിക്കുമായിരുന്നു. നമ്മുടെ മനസ്സ് ആ സമയത്ത് വേറൊരു ഇതിലോട്ട് പോവുമായിരുന്നു. ശരിക്കും പറഞ്ഞാലേ നമ്മുടെ ഒരുവിധം 90% അസുഖങ്ങളെ പ്രതിരോധിക്കാൻ നമുക്ക് ഈ പ്രാണായാമ മെഡിറ്റേഷനിൽ പറ്റും. പ്രത്യേക ക്ഷമ, നേരത്തെ ഷിയോടയം പറഞ്ഞ പോലെ തന്നെ കോൺസെൻട്രേഷൻ, ഇരിക്കാനുള്ള ഒരു വലിയ ക്ഷമ തന്നെയാണ്. കാരണം ഒരാൾ നമ്മൾ കുറെ നേരം ഇരിക്കത്തില്ല, അറിയാലോ. ഇപ്പൊ എന്റെ മെഡിറ്റേഷൻ ശബ്ദമാണെങ്കിൽ എന്റെ ശബ്ദവും കേട്ട് നിങ്ങളോട് കണ്ടിന്യൂ ചെയ്യുന്നത്. പ്രാണായാമയാണെങ്കിൽ പോലും മറ്റൊന്നും ചിന്തിക്കാൻ നിങ്ങൾക്ക് സമയം തരുന്നില്ല. 1 മിനിറ്റ് ചിരിയാൻ പോലും സമയം തരുന്നില്ല. അപ്പൊ അതിൽ കറക്റ്റ് ആയിട്ട് നിങ്ങളൊരു 10-35 കറക്റ്റായി ഫോളോ ചെയ്തിട്ടുണ്ട്. 35 വരെ കൃത്യമായിട്ട്. 1-2-3 ലീവ് ഒന്നും പ്രശ്നമില്ല. അല്ലാത്ത കൂടുതൽ ലീവ് ഉണ്ടെങ്കിലാണ് ബുദ്ധിമുട്ട് വരുന്നത്. വേറെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഷിനുലാലിന്? കിട്ടും. എനിക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു. നമുക്ക് ബ്രീതിങ്ങിന് വലിയ ബുദ്ധിമുട്ട്, എനിക്ക് ഒത്തിരി ഇരിക്കേണ്ടി വന്നില്ല. നേരത്തെ നമ്മൾ ഒത്തിരി മല കയറുമ്പോഴത്തേക്കുള്ള ബുദ്ധിമുട്ട് അത് എനിക്ക് ഇന്നലെ വലിയതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. പെട്ടെന്ന് കയറാൻ പറ്റും. എനിക്ക് താങ്കളോടും എല്ലാവരോടും പറഞ്ഞു, സ്ഥിരമായിട്ട് നിങ്ങൾ 1 മണിക്കൂർ വ്യായാമം ചെയ്യണം. അപ്പൊ എന്നോടൊപ്പം കണ്ടിന്യൂ ചെയ്യുന്ന ഒരിക്കലും നിർബന്ധിക്കില്ല. അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ എന്തായാലും 1 മണിക്കൂർ വ്യായാമവും ഈ പറഞ്ഞ പ്രാണായാമൊക്കെ ചെയ്യും. ഈ പ്രാണായാമ മെഡിറ്റേഷൻ ഒരു ഒറ്റയ്ക്ക് ആരും ചെയ്യത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞ പ്രകാരം ഞാൻ ഈ 21 ഡേയ്സ് കണ്ടിന്യൂസ് ആയത്. ഇതുവരെയും തടസ്സം മുട്ടില്ല. ഇന്നിപ്പോ 21-ാം ദിവസമാണ്. പക്ഷെ ഇന്ന് ക്ലാസ് അല്ലെങ്കിൽ പോലും അടുത്ത ദിവസം ഈ ക്ലാസ് ഞാൻ വേറെ എടുക്കും, പ്രാണായാമം എടുക്കും, നാളെ എടുക്കും കേട്ടോ. വേറെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ പറയണ്ട? ഇല്ല സാറേ, നല്ല ക്ലാസ് ആണ്. ഇനി ഉണ്ടെങ്കിൽ ഞാൻ ഇതിൽ ജോയിൻ ചെയ്യും. എനിക്ക് വൈകിട്ട് വലിയ പ്രശ്നമില്ല. പിള്ളേർ ഉറങ്ങിക്കഴിഞ്ഞാൽ, 2 കുഞ്ഞു പിള്ളേരാണ്. എന്നോട് പറഞ്ഞല്ലോ വീട്ടില് കുട്ടികളെ നോക്കി നിങ്ങളാണ്, എനിക്കറിയാം. വൈഫ് അവിടെയാണ്. ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പൊ അവര് നേരത്തെ ഉറങ്ങുന്നുണ്ട്, അത് കാരണം അറ്റൻഡ് ചെയ്യാൻ പറ്റി എനിക്ക് മിക്ക ക്ലാസ്സുകളും. നല്ല ക്ലാസ്സായി. ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യും. മറ്റുള്ള സ്ത്രീകളോട് പറയാനുള്ളത്, ഈ ഷിനുലാനെ 2 കൊച്ചുങ്ങളെ ഉറക്കിയിട്ടാണ് അദ്ദേഹം മറ്റു കാര്യങ്ങൾ ചെയ്യുന്നത്. കാര്യം ഓർത്ത് വെക്കണം. പലരും പറയും കൊച്ചു രാത്രി കരഞ്ഞാണ്, കൊച്ചു ഉറങ്ങിയില്ല പറഞ്ഞ യോഗ അറ്റൻഡ്. പക്ഷെ ഷിനുലാൽ അങ്ങനെയല്ല. ഷിനുലാനെ കണ്ടുകൂടി ഒന്ന് പഠിക്കാൻ മറ്റുള്ള സ്ത്രീകളോട്, അതായത് സഹോദരന്മാരോടും പറയുന്നു. ഓക്കെ, താങ്ക് യു. പിന്നെ സാർ ഒരു കാര്യം കൂടെ, സാറ് ചങ്ങനാശ്ശേരിക്ക് വരുന്നുണ്ടോ? ചൊവ്വാഴ്ച. അവിടെയാണ് വീട്? അത് ചങ്ങനാശ്ശേരിയാണ്. ഞാൻ ഇത് കഴിഞ്ഞ ശേഷം വിളിക്കാം കേട്ടോ. ഓക്കെ സാർ, താങ്ക് യു. പിന്നെ ബീന, നിങ്ങളാണ് ഇത് ആദ്യം നമുക്ക് ചരട് വിളിച്ചത്. ഒരാള് പറയൂ, എന്താണ് 21 ദിവസത്തെ അനുഭവങ്ങൾ, എക്സ്പീരിയൻസ് എന്താ? ആഞ്ഞടിക്കും. ആദ്യം തന്നെ ഒരുപാട് നന്ദി പറയട്ടെ. എല്ലാവർക്കും നന്ദി. സാറിന് സ്പെഷ്യൽ താങ്ക്സ്. 21 ദിവസത്തില് ഒരു 3 കേൾക്കാമോ സാറേ? കേൾക്കാം. കേൾക്കുന്നുണ്ട്. ഈ 21 ദിവസത്തില് 3 ദിവസം എന്തോ ഞാൻ കയറിയിട്ടില്ല ക്ലാസ്സിന്. ശാരീരികമായും മാനസികമായും ഒരുപാട് സന്തോഷമുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് ഈ സമയത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ വളരെ അധികം, ഒരുപാട് 100% സ്ട്രെസ് ഉള്ള ഒരു, സാറിന് അറിയാമല്ലോ, അത്രയും സ്ട്രെസ്സാണ് എനിക്ക് 24 മണിക്കൂറും സ്ട്രെസ്സാ.
എന്നോട് അപ്പൊ ഞാൻ 1.5 വർഷം എത്ര കൂടെ 1.5 വർഷം ഇല്ല എത്ര ഏകദേശം ഞാന് 22 ഒക്ടോബറിൽ 22 ഒക്ടോബർ സാറിന്റെ കൂടെ ജോയിൻ ചെയ്തതാ. അതെ അതെ അതിൽ 22 ഒക്ടോബർ. മോളെ അത് കല്യാണം ആയിട്ടാണ് 1 മാസം വിട്ടുന്ന കാര്യമായിട്ട് അല്ലെ? അതെ. അതിന് ഞാൻ മരിക്കുന്നത് വരെ സാറിന്റെ കൂടെ തന്നെ ജോയിൻ ചെയ്ത്. ഞാൻ അത് ഞാൻ മരിക്കാതിരിക്കട്ടെ അതാണ്. അങ്ങനെയല്ല, ഞാന് എന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അല്ല അപ്പൊ പറയാൻ പറ്റും. അല്ല, കാര്യം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാല് പിന്നെ എനിക്ക് അത്രയും ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള സമയത്താണ് ഞാൻ ഈ യോഗ ഇങ്ങനെ അന്വേഷിച്ച് നടന്ന സമയത്താണ് സാറിനെ കണ്ടെത്തുന്നത്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോ ഞാൻ ആദ്യം മുതൽ പറയുന്നോണ്ട് ബുദ്ധിമുട്ടില്ലല്ലോ സാറേ? പറഞ്ഞോളൂ, എല്ലാം പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, പറയണ വേണ്ടത്. അപ്പോ എനിക്ക് യോഗ എന്ന് പറഞ്ഞാൽ എന്റെ രക്തത്തിലെ എനിക്ക് യോഗ അത്രയ്ക്കും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഇനിയിപ്പോ സാറെന്നെ ഡിലീറ്റ് ചെയ്ത് അതിനാണ് ഞാൻ ആവർത്തിച്ച് സാറിനോട് പറയാം, എന്നെ കളയരുത്. പല സമയം ഞാൻ ഈ മെഡിറ്റേഷൻ തുടങ്ങിയിട്ട് രാവിലെ സാറിന്റെ കൂടെ 1 മണിക്കൂർ പല ഘട്ടങ്ങളിലും രാവിലെ കയറിയിട്ടില്ല. എന്ന് വെച്ചാൽ എനിക്ക് ഈ മെഡിറ്റേഷൻ മാത്രം മതി. നല്ല എനർജറ്റിക് ആയിരുന്നു, നല്ല എല്ലാ തരത്തിലും നല്ലത്. ശാരീരികപരമായിട്ടും മാനസികപരമായിട്ടും ഒഫീഷ്യൽ ഞാൻ ജോലി ചെയ്യുന്നിടത്തും എനിക്കെല്ലാം പോസിറ്റീവ് ആയിരുന്നു. വളരെ പൊക്കി പറയുന്നതല്ല, ഇത് എന്റെ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. അപ്പൊ സാറിനെ കണ്ടെത്തിയത് തന്നെ എനിക്ക് ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. എപ്പോഴും ഞാൻ നന്ദി പറയും. ഞാൻ എന്റെ വീട്ടിലുള്ളവരോടും പറയും, എന്റെ കുട്ടികളോടും പറയും, എന്റെ ഹസ്ബൻഡിനോട് ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ സാറിന്റെ കൂടെ ജോയിൻ ചെയ്യണം, കുഴപ്പമില്ല. നല്ല ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ അതും കൂടെ എനിക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഒരു പുതിയതായിട്ട് ഒരാൾ സാറിന്റെ അടുത്ത് ജോയിൻ ചെയ്താൽ അത് നമ്മളിപ്പം ഞാൻ സാറിന്റെ കൂടെ ഇപ്പൊ ഒരു ഒക്ടോബർ മുതൽ 2021 ഒക്ടോബർ മുതൽ ഞാൻ ജോയിൻ ചെയ്തു. എനിക്ക് വളരെ ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും എന്റെ ഹസ്ബൻഡിനോട് പറയും, നിങ്ങൾ പുതിയതായിട്ട് ചേർന്നെന്ന് പറഞ്ഞ ഒരു കുഴപ്പമില്ല, അതേപോലത്തെ ഒരു ക്ലാസ് ആണ്. ഇങ്ങനെ എനിക്ക് തോന്നുന്നു സംസ്ഥാനത്ത് ഒരാൾ പോലും ഇത്രയും ക്ലാസ് എടുക്കുന്ന ഒരാൾ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. പൊക്കി പറയുന്നതല്ല, കാര്യമാണ് പറയുന്നത്. അല്ല, ഒരു കാര്യം പറയാം, ഞാൻ എടുക്കുന്ന പോലെ ഒരു കാര്യം ബെൻശേഷി, ഞാൻ എടുക്കുന്ന പോലെ ഒരാളും എടുക്കുന്നില്ല. ഞാൻ കൃത്യമായിട്ട് പറയാം, ഈ സാധനം റെക്കോർഡ് ചെയ്തോണ്ട് എവിടെ വേണം കിട്ടും. ഞാൻ എടുക്കുന്ന പോലെ കൃത്യസമയം പാലിച്ച് കൃത്യമായി കൊണ്ടുവന്ന ഒരാളും ഇല്ല എന്ന് തന്നെ ഞാൻ പറയാം, ഉറപ്പ് തരാം. എടുക്കില്ല സാറേ. ഞാൻ ഒരുപാട് യോഗയിൽ ഞാൻ ചേർന്നിട്ടുണ്ട്. എനിക്ക് യോഗ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഒരുപാട് യോഗ ക്ലാസ്സിൽ ഇങ്ങനെ ചേർന്നിട്ട് ഞാൻ കയറാതെ ഇരുന്നിട്ടുണ്ട്. സാറിനോട് ഞാൻ പറയൂ, എനിക്കൊരു 3 മാസം എനിക്ക് അത്ര താല്പര്യമില്ല. എന്ന് വെച്ചാൽ അത് അങ്ങനത്തെ ഒരു ക്ലാസ് ആണ്. പക്ഷെ ഈ സാറിന്റെ അടുത്ത് എന്റെ ഒരു അനിയനായിരിക്കാം, പക്ഷെ അങ്ങനെ ഞാനൊരു ഗുരു എന്ന നിലയിലും എന്റെ അനിയൻ എന്ന നിലയിലും എനിക്ക് വളരെയധികം താല്പര്യത്തോടു കൂടിയാണ് ഞാൻ സാറിന്റെ ക്ലാസ് ഓരോ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നതും. ഈ മെഡിറ്റേഷൻ ആണെങ്കിൽ എനിക്ക് ഈ 9:15 സമയത്ത് ഒരിക്കൽ പോലും എനിക്ക് സാറിന്റെ അടുത്ത് ഞാൻ വിചാരിച്ച ഒരു ദിവസം പോലും എനിക്ക് ഈ മെഡിറ്റേഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തില്ല. വളരെ ബുദ്ധിമുട്ടാണ്, പറ്റത്തില്ല. എനിക്ക് അത്രയ്ക്ക് യോഗയോട് താല്പര്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ അതിൽ അറ്റൻഡ് ചെയ്തത്. എനിക്ക് പക്ഷെ ഒരു 3 ദിവസം ഒഴികെ സ്ഥിരമായി അതിൽ ജോയിൻ ചെയ്യാൻ പറ്റി. അതിന് ഒരുപാട് നന്ദി. എനിക്ക് എത്ര പറഞ്ഞാൽ തീരത്തില്ല. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നു, ഒരു വെപ്രാളം, എനിക്ക് അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ, ഷുഗർ ഒക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് അതൊന്നും ഇപ്പൊ ഇല്ല. വളരെ അതുപോലെ തന്നെ ശരീരത്തിനാണെങ്കിൽ നല്ല ഒരു എന്താ പറയാൻ നല്ല എനിക്ക് ഇനി ഇതുപോലെ മെഡിറ്റേഷൻ എടുക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒരു 20 ഡേയ്സ് 10 ഡേയ്സ്. ചീത്ത വിളിക്കുന്നത് ദേഷ്യമുണ്ടോ? ചീത്ത വിളിക്കുമ്പോ ഞാൻ ചീത്ത പറയുമ്പോ ദേഷ്യം വരാറുണ്ടോ? ഒരിക്കലും ഇല്ല സാറ്. സാറിന് അത്രയും ആത്മാർത്ഥത ഉള്ളത് കൊണ്ടല്ലേ. എന്തിനാണ് സാർ ഒരാളെ വഴക്ക് പറയുന്നത്? ഞാൻ ഇന്ന് രാവിലെ എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞതേ ഉള്ളൂ, ഒരു 700 രൂപ മേടിച്ചിട്ട് സാർ അത്രയും വഴക്ക് പറയണമെങ്കിൽ സാറിന്റെ ആവശ്യമല്ല. സാറിന് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഒരാളെ ഇപ്പൊ നന്നാക്കാൻ, മറ്റൊരാൾക്ക് വേണ്ടി നമ്മൾ അത്ര എഫേർട്ട് എടുക്കണമെങ്കിൽ സാറാണ് ദൈവം എന്നേ ഞാൻ പറയത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയണ്ടേ, ഒരു പറയാൻ വാക്കുകൾ പോലും കിട്ടുന്നില്ല എനിക്ക്. നിങ്ങളെ നേരെ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്തം എന്റെയാണ്. ഞാൻ കൃത്യമായി നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. എനിക്കിന്ന് കയറാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ഇതിനകത്ത് ജോയിൻ ചെയ്തില്ലെങ്കിൽ അടുത്ത 2 ദിവസം എനിക്ക് മെഡിറ്റേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഉറപ്പായിട്ട് ഇനി എന്ത് തടസ്സം ഉണ്ടെങ്കിലും എനിക്ക് ഇന്ന് ഇതിനകത്ത് കയറി പറ്റും. സാർ എന്നെ റിമൂവ് ചെയ്യും. ഞാൻ എന്റെ ഹസ്ബൻഡിന്റെ അടുത്ത് പറഞ്ഞിട്ടാണ് ഞാനിപ്പോ കയറി വന്നിരിക്കുന്നത്. എന്നിട്ട് എന്നിപ്പോ കയറാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. എന്നിട്ട് എനിക്കത് പറ്റത്തില്ല.
എനിക്ക് അത്രയ്ക്കും അതിനോടൊരു യോഗയോടും സാറിന്റെ ആ ക്ലാസ്സിനോടും വഴക്കൊക്കെ പറയുന്നത് നല്ലത് തന്നെ. അത് ഒരാൾക്ക് നല്ലതിന് വേണ്ടിയിട്ടല്ലേ. നമ്മളുടെ രോഗങ്ങള്, നമ്മളുടെ അസുഖങ്ങള്, നമ്മൾക്ക് മാനസികപരമായിട്ടുള്ള പിരിമുറുക്കങ്ങള് അതെല്ലാം ഒരുപാട് മാറും. നല്ലത് തന്നെ. ഇന്നലെ സാർ അങ്ങനെ പറഞ്ഞത് തന്നെ ഏറ്റവും നല്ലത്. കേറിയില്ല. പക്ഷെ എനിക്കൊരു ഗുഡ് മോർണിംഗ് അയച്ചു. പക്ഷെ ഞാൻ വിചാരിച്ചത് എന്താണെന്ന് അറിയാമോ? ഗുഡ് മോർണിംഗ് അയച്ചപ്പം സാറ് രാവിലെ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവർക്കാണ് ഈ ഗുഡ് മോർണിംഗ് അയച്ചത്. അതുകൊണ്ടാണ് ഞാൻ ഒരു ചിരി ഇട്ടത്. പക്ഷെ ഞാൻ വേറെ ഓരോരുത്തരുടെ അതെന്തറിയോ, ഒരു ആറ്റിറ്റ്യൂഡ് മനസ്സിലായി. പലർക്കും ഗുഡ് മോർണിംഗ് ഓരോ ദിവസം അയച്ചുകൊണ്ടിരിക്കുന്ന ഒരു 10-40 പേർക്ക്, ചിലർ പറയും ചിലർ കിട്ടും. അത് അവരോടത്തെ അവരെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കാൻ, മനോഭാവം അറിയാൻ വേണ്ടി ചെയ്തിരിക്കും. എന്താണ് അവർ പ്രതികരണം എന്ന്, അതിന് വേണ്ടിട്ടാ. പിന്നെ എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ, എന്നെ ഒരിക്കലും എന്ത് വന്നാലും റിമൂവ് ചെയ്യരുത്. എല്ലാത്തിലും എന്നെ ഉൾപ്പെടുത്തണം. ഞാൻ സാറിന്റെ കൂടെ ഉണ്ട്. എന്നെ കളഞ്ഞേക്കരുത്. ഞാൻ എവിടെയാണെങ്കിൽ പോലും ഈ യോഗയിൽ നിന്ന് എന്നെ മാറ്റരുത്. എനിക്ക് എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. എന്നുവെച്ചാൽ എനിക്ക് അത്രയും ഗുണമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നല്ല ക്ലാസ്, നല്ല ഇത് എല്ലാം കൊണ്ട്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഇത്രയേ ഉള്ളൂ പറയാനായിട്ട്. ചേർത്ത് പിടിച്ച് കൊണ്ടുപോകണ്ട എല്ലാരും ഉണ്ട്. ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ പറ്റാത്തവരെ എടുത്ത് കളയുന്നു, അത്രേ ഉള്ളൂ. വേറൊന്നുമില്ല. ഓക്കെ, ഇങ്ങനെ തന്നെ പോട്ടെ സാറേ. ഞാൻ പ്രാർത്ഥിക്കും. തീർച്ചയായും ഒരുപാട് നന്ദി. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നത്, അതിൽ മാറ്റൊന്നുമില്ല. നിങ്ങൾ തന്നെ സ്ട്രൈറ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നു. അതെ, ഒരുപാട് നന്ദി. ഇനി എല്ലാ ഉയരങ്ങൾ സാറിന് ഇതാക്കാൻ പറ്റട്ടെ. എല്ലാം നല്ലതാകട്ടെ. ഒരുപാട് ആശംസകൾ. ഓക്കെ, താങ്ക് യു. ലുബ്ന, പറയൂ 2 വാക്കുകൾ. മെഡിറ്റേഷന്റെ എന്താന്ന് വെച്ചാല് നമുക്ക് കുറച്ച് കോൺസെൻട്രേഷൻ കിട്ടിയതുപോലെ തോന്നുന്നുണ്ട്. അതായത് ഇപ്പം ഈ രാത്രി സമയങ്ങളിലല്ലേ ചെയ്യാറ്. ഞാൻ രാവിലെ ഇടയ്ക്കൊക്കെ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പം മെഡിറ്റേഷൻ എന്ന് മനസ്സിൽ വിചാരിച്ച് ചെയ്യാനിരിക്കുമ്പോ തന്നെ ഒരു കോൺസെൻട്രേഷൻ കിട്ടുന്നുണ്ട്. മുമ്പ് അങ്ങനെയൊന്നും അല്ലായിരുന്നു. പക്ഷെ എന്തോ ഒരു സമാധാനം ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരുന്ന് പ്രാണായാമയൊക്കെ ചെയ്ത് കുറച്ചു നേരം ബ്രീത്തിങ് എക്സസൈസ് ഒക്കെ ചെയ്തിരിക്കുമ്പോഴത്തേക്ക് ഒരു എന്താണ് ശാന്തത ഫീൽ ചെയ്യുന്നുണ്ട്. എത്ര ദിവസം ലീവായി? ഒരു ദിവസം ലീവായിട്ടില്ല, എല്ലാ ദിവസവും ഉണ്ടായി. എല്ലാ ദിവസവും ഉണ്ടായി. ഈ ഇത്രയും സമയം നഷ്ടമായി എന്റെ കൂടെ നഷ്ടം വല്ലതും സംഭവിച്ചോ? ഇല്ലില്ല, കറക്റ്റ് സമയമാകുമ്പോ ഞാൻ ഓടി ഇവിടെ വന്നിരിക്കും. 2 മക്കളുണ്ട്. അവന്മാരുടെ വെളിയിലാക്കി യുദ്ധം ചെയ്തിട്ടൊക്കെ ഇപ്പൊ എന്റെ കൂടെ ഇരിപ്പുണ്ട്. ഞാൻ ഫീഡ്ബാക്ക് ആയതുകൊണ്ട് ശബ്ദം കേട്ടു ഞാൻ. അല്ല, ഇതിൽ നിന്ന് ചേഞ്ചസ് വന്നില്ലേ? മാറ്റങ്ങൾ വരുന്നുണ്ടല്ലോ അല്ലെ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്. എനിക്ക് കുറച്ച് ആൻസൈറ്റി ഇഷ്യൂസ് ഒക്കെ ഉള്ള ആളാണ്. ഞാൻ മരുന്നും കഴിക്കുന്നുണ്ട്. പോയെങ്കിലും കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് പോയില്ല. അത് അടുത്ത ആഴ്ച പോവാനായിട്ട് ഡേറ്റ് എടുത്തേക്കാണ്. ഗുണമായി ശരിക്കും. പിന്നെ മറ്റു നിർദ്ദേശങ്ങള് എന്താ പറയാ, പറയാം. എന്നെ കുറിച്ചുള്ള പോസിറ്റീവ് നെഗറ്റീവ്, ക്ലാസിനെ കുറിച്ച് എന്തിനെ കുറിച്ചും പറയാം. നെഗറ്റീവ് ആയിട്ടൊന്നും തോന്നിയില്ല. എപ്പോഴും എന്നെ സംബന്ധിച്ച് ഞാൻ കുറെ നാൾ മുന്നേ, അതായത് കഴിഞ്ഞ വർഷം ഇതുപോലൊരു യോഗ ബാച്ചിൽ ഞാൻ അറ്റൻഡ് ചെയ്തതായിരുന്നു. പക്ഷെ ആ 1 മാസം കഴിയുമ്പോ പിന്നെ അങ്ങ് ഡിസ്കണ്ടിന്യൂ ആയി. പിന്നെ ഒരു മോട്ടിവേഷൻ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി, പുറകെ എന്ന് പറഞ്ഞ് ആരെങ്കിലും പണ്ട് ട്യൂട്ടോറിയലിലൊക്കെ വടിയെടുത്ത് അടിച്ചു പഠിപ്പിക്കുന്ന പോലെ പുറകെ നിന്നൊരു സപ്പോർട്ട് ചെയ്താലേ എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് ചെയ്യാൻ പറ്റത്തോളം കാര്യങ്ങൾ. അതുകൊണ്ടാണ് പിന്നെ നിങ്ങളെല്ലാം നിങ്ങളുടെ വീട്ടിൽ ഓരോ സ്ഥലങ്ങളിലാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് നിങ്ങൾ എന്റെ മുന്നിലാണ്. ഇപ്പൊ നിങ്ങൾ സ്ക്രീനിൽ കണ്ടല്ലേ? നിങ്ങൾ സ്ക്രീനിൽ കൃത്യമായ മുന്നിൽ വന്നിട്ടുണ്ട് അല്ലേ? ആ സ്ക്രീനിൽ വേറെ ആളെ കാണിക്കാറില്ലേ? രാവിലെ യോഗയാണ് ഇപ്പോഴാണെങ്കിലും ശ്രദ്ധിച്ചോ, വേറൊരാളെ അവിടെ കാണിക്കാറില്ല. കറക്റ്റ് ഞാൻ മാത്രമേ കാണാറുള്ളൂ. അപ്പോൾ നമ്മൾ ഫേസ് ടു ഫേസ് നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ പോലെ തന്നെയാണ് ക്ലാസ്സിൽ പോകുന്നത്. ഏത് കാര്യം അപ്പൊ ആർക്കൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതി തന്നെയാണ് ഒരു ഓർഗനൈസേഷൻ പോലെ തന്നെ കണ്ടിന്യൂ പോകുന്നത്. പ്രാണായാമം ചെയ്യിപ്പിക്കുമ്പോൾ കൈകൾ വെക്കുന്ന വിരലതെല്ലാം കൃത്യമായി മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലെ? ബുദ്ധിമുട്ട് എന്തെങ്കിലും? മനസ്സിലാവുന്നുണ്ട്. ഇല്ലില്ല, കുഴപ്പമില്ല. നേരത്തെയും ഇത് കുറെയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പിന്നെ എന്തൊക്കെ വേറെ നിർദ്ദേശം? വേറെ നിർദ്ദേശം, ഇനിയും ഇത് കണ്ടിന്യൂ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഇനിയിപ്പോ 21 days കഴിയല്ലേ. ആ ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആവണ്ട, അതിലും ബാക്കി നിർദ്ദേശങ്ങൾ എന്തായാലും വരും കേട്ടോ. 10 days പഴയ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതിൽ നിന്ന് ലീവ് ആവാല്ലേ? അത് ലീവ് ആയിക്കോളും. ഇത് തന്നെ യോഗ ഗ്രൂപ്പിലെ ചില നിർദ്ദേശം വരും. ഈ ഗ്രൂപ്പിൽ ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് വരുന്നു മാത്രം. യോഗയിൽ എനിക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഞാൻ ഈ മെഡിസിൻ കഴിക്കുന്നതുകൊണ്ട് ഞാൻ ആരെ നിർബന്ധിക്കല്ല. അതിലെ ചില നിർദ്ദേശം വരുന്നുണ്ട്. എനിക്ക് ആഗ്രഹമുണ്ട് ചെയ്യണമെന്ന്. ചെയ്യണമെന്നല്ല, ആഗ്രഹമുണ്ട്. അങ്ങനെ കുട്ടിയോട് അന്വേഷിച്ചു 2 പേരോടും. ഇവിടെ അടുത്തിരിപ്പുണ്ട്. ഓക്കെ.
അനിത തലശ്ശേരി അൺമ്യൂട്ട് ചെയ്തേ, പറഞ്ഞേ. അൺമ്യൂട്ട് ആയിട്ടില്ല ചേച്ചി, അൺമ്യൂട്ട് ആയിട്ടില്ല. യെസ്, പറയൂ. ഈ 21 ദിവസത്തെ യാത്രയെ കുറിച്ച് പറയൂ, ഗുണങ്ങളും ദോഷങ്ങളും. ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റി എല്ലാ ദിവസവും. ഉം. അതിന് ഒരു സന്തോഷം. ഉം. പിന്നെ മെഡിറ്റേഷനും പ്രാണായാമം സാർ അയച്ചിരുന്ന എല്ലാ PDF-ഉം ക്ലാസ്സിന്റെ മുന്നേ തന്നെ വായിക്കാറുണ്ട്. ഉം. പിന്നെ ചക്ര മെഡിറ്റേഷനൊക്കെ വളരെ ഗുണം ചെയ്തിട്ടുണ്ട്, നല്ല ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ആദ്യം എനിക്ക് ബ്രീത്തിൻ എടുക്കാൻ അധികം ഇതായിട്ട് ആഴത്തിലെടുക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പൊ അത് ശരിയായിട്ടുണ്ട്. ഒരു പകുതി എത്തുമ്പോ പറഞ്ഞ ബ്രീത്ത് ഔട്ട് നല്ലോണം ആവുമായിരുന്നു, അത് ശരിയായിട്ടുണ്ട്. പിന്നെ എപ്പോഴും തലവേദന ഉണ്ടായിരുന്നു, അത് മാറ്റം അത് ഇപ്പൊ ഇല്ല, തലവേദന ഇല്ല. അപ്പൊ തലവേദന ഉള്ളത് കൊണ്ട് പിന്നെ കണ്ണ് കാണിക്കുകയും കണ്ണട മാറ്റുകയും ഒക്കെ ചെയ്തിരുന്നു. ഇപ്പൊ തലവേദനയില്ല. പിന്നെ രാത്രിയില് നല്ല കുറെ ടെൻഷൻ ഉണ്ട്, എന്നാലും രാത്രി നന്നായിട്ട് ഒരുപാടുണ്ട്. ചുരുക്കം പറഞ്ഞാൽ രാത്രി കിടക്കുമ്പോഴേ എന്നെ കാണും, രാവിലെ എഴുന്നേൽക്കുമ്പോ എന്നെ കാണും. ഇപ്പൊ കുറച്ച് നാളായിട്ട് അല്ലേ? പിന്നെ ഇപ്പൊ കുറേശ്ശെ പ്രാണായാമം ചെയ്യാൻ തുടങ്ങിയപ്പോ വെയിറ്റ് കുറേശ്ശെ കുറയാൻ തുടങ്ങിയിട്ടുണ്ട്, ടെൻഷനും കുറഞ്ഞിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ കുറെ മാസങ്ങൾക്ക് ശേഷം ഇപ്പൊ ഡോക്ടറെ കാണിച്ചപ്പോ 4 മാസം ഞാൻ യോഗയിൽ ചേർന്നിട്ട് സാറിന്റെ കൂടെ ഷുഗറിന്റെ മരുന്ന് 2 നേരം ഉള്ളത് 1 നേരം ആക്കിയിട്ടുണ്ട്. പ്രഷറിൻ്റെത് ഡോസ് പകുതിയാക്കി കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി എന്റെ തൈറോയിഡും എല്ലാ രോഗവും മാറും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോവാ, യാത്ര തുടർന്ന് പോവാ, അത്രയും പറയാനുള്ളൂ. വേറെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ? നിർദ്ദേശങ്ങളൊന്നുമില്ല സാർ, നല്ല ക്ലാസ് ആയിട്ട് നല്ലതായിട്ട് പോകുന്നുണ്ട്. ആയിക്കോട്ടെ, ശരി. താങ്ക് യു സാർ. ഓക്കെ, പിന്നെ പ്രമോദ് ഇവിടെ അൺമ്യൂട്ട് ചെയ്യും. വൈകിട്ട് അമ്പലത്തിൽ പോയാ? പോയി. ഏത് അമ്പലത്തിൽ പോയി? വീട്ടിന്റെ അടുത്തൊരു അമ്പലത്തിൽ പോയി. ഓക്കെ, എത്ര ദിവസം അറ്റൻഡ് ചെയ്തു? 2 ദിവസം, ബാക്കി എല്ലാ ദിവസം ഉണ്ടായിരുന്നു അല്ലെ? ആ ഒരു ഡ്യൂട്ടി ഉള്ള ദിവസം അല്ലേ? ഡ്യൂട്ടിയുള്ള ദിവസം 2 ദിവസം കഴിഞ്ഞ ബാക്കി ഉണ്ടായിരുന്നു. എന്താണ് ഈ കഴിഞ്ഞ 21 ദിവസത്തെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞു? മെഡിറ്റേഷൻ, പ്രാണായാമം കണ്ടിന്യൂസ് ഉള്ള ഒന്ന് പറഞ്ഞു. വളരെ പോസിറ്റീവായിട്ട് അനുഭവങ്ങളാണ്. ഈ കിതപ്പിന്റെ കുഴപ്പമുണ്ടായിരുന്നു, പടിയെ കയറുമ്പോഴേ കിതയ്ക്കുന്ന കുഴപ്പമുണ്ടായിരുന്നു. അതൊക്കെ ഒരു 60 ദിവസം വരെ മാറി ഈ പ്രാണായാമം ചെയ്ത്. പിന്നെ കോൺസെൻട്രേഷൻ കൂടിയിട്ടുണ്ട്, കോൺസെൻട്രേഷൻ വളരെ കുറവാണ്. ഈ മെഡിറ്റേഷൻ കോൺസെൻട്രേഷൻ വളരെ കിട്ടുന്നുണ്ട്. പിന്നെ മടിയലസത ഇപ്പോഴും ഉണ്ട്, എന്നാലും ആ ഒരു പരിധിവരെ കുറഞ്ഞിട്ടുണ്ട്. മടിയലസത കുറഞ്ഞിട്ടുണ്ട് മെഡിറ്റേഷനിലൂടെ തന്നെ. പല യോഗ ക്ലാസ്സും കേരളത്തിൽ രാത്രി ഉറങ്ങിപ്പോകുന്നതുകൊണ്ടാണ്. അതുകൂടെ ഒന്ന് ശരിയാക്കി എടുത്താൽ ഒരു ബെറ്റർ ആവും കാര്യങ്ങള്. അപ്പോ മാറ്റങ്ങളുണ്ട്, പ്രാണായാമം മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ മാറ്റങ്ങളുണ്ട്. വളരെ നല്ല മാറ്റങ്ങളുണ്ട്. ഓക്കെ, വേറെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ? എന്തെങ്കിലും അഭിപ്രായം എല്ലാ ദിവസവും മെഡിറ്റേഷൻ അല്ല, യോഗ 1/2 മണിക്കൂർ മെഡിറ്റേഷൻ വെച്ചാൽ കൊള്ളായിരുന്നു എല്ലാ ദിവസവും സാറിനെ. അതിനെ കുറിച്ച് പരിഗണന വെക്കാം. ഇപ്പൊ ഞാനൊന്നും പറയുന്നില്ല. എന്നെ സംബന്ധിച്ചോളം കണ്ടിന്യൂസ് 21 ദിവസം കണ്ടിന്യൂസ് പോകണം. ഞാൻ പല ദിവസം പേടിച്ച് ഭയപ്പെടുക, എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റുമോ എന്തെങ്കിലും തിരക്കുണ്ടെങ്കിൽ. ഇപ്പൊ പ്രത്യേകിച്ചും ഉത്സവ സീസണാണ്, പൂര സീസണാണ്. എനിക്ക് പല രാത്രി പ്രോഗ്രാം പങ്കെടുക്കാൻ പറ്റുന്നില്ല. നാളെ കഴിഞ്ഞാൽ വീണ്ടും. അപ്പൊ നമ്മൾ അതിനെക്കുറിച്ച് എന്തായാലും മാർച്ചിന് ശേഷം നൈറ്റ് സ്ഥിരമായിട്ടുള്ള പ്രോഗ്രാം ആലോചിക്കുന്നുള്ളൂ. മാർച്ചിൽ എന്തായില്ല, മാർച്ചിൽ പ്രോഗ്രാം എന്ന് വെച്ചാൽ 1 to 1 മാത്രം എടുക്കുന്നത്. ഓരോരുത്തരും എല്ലാ പ്രശ്നവും ആദ്യം അയച്ചത്, അതിനൊരു സൊല്യൂഷൻ മാത്രമാണ് 1 to 1 ആണ് മാർച്ചിലുള്ളൂ. ഏപ്രിൽ ശേഷം നൈറ്റ് ഇതേപോലെ പ്ലാനിങ് ഉണ്ട്. എന്തായാലും അത് ഒരുമിച്ച് ഓരോരുത്തർ പ്രശ്നങ്ങൾ അവർക്ക് ഇനി എന്താ പ്രമോദ പ്ലാൻ ചെയ്യുക, പ്രമോദിന്റെ വിഷയങ്ങൾ എന്താണെന്ന് ചോദിക്കും. പ്രശ്നങ്ങൾ അത് ഹെൽത്തോ ഫാമിലിയോ കരിയറോ എന്തോ ആയിക്കോട്ടെ, കൃത്യമായി ചോദിച്ച് അതിന് വേണ്ട എന്തൊക്കെ പരിശീലിക്കണം, എന്തൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം, അല്ലെങ്കിൽ മുദ്ര പ്രാക്ടീസ് ചെയ്യണം, ഏതൊക്കെ പ്രാണായാമം പ്രാക്ടീസ് ചെയ്യണം, ഏതൊക്കെ ആസനാസ് പ്രാക്ടീസ് ചെയ്യണം, ഏതൊക്കെ എക്സസൈസ്. ഇതൊരു 10 മിനിറ്റ് എക്സ്ട്രാ ചെയ്യാൻ വേണ്ടി ഒരു തെറാപ്പി സെഷൻ പേഴ്സണായിട്ട് കൊടുക്കുന്നുണ്ട്. അത് ഈ ഫെബ്രുവരി മാർച്ചായിട്ട് ഞാൻ തരുന്നുണ്ട് നിങ്ങൾക്ക്. അത് ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അനൗൺസ് ചെയ്യും. പിന്നെ റെഗുലർ ആയിട്ട് രാത്രിയുള്ള പ്രാണായാമോ മെഡിറ്റേഷനോ മുദ്ര ഇത് കണക്ട് ചെയ്തിട്ട് അത് ഏപ്രിൽ ശേഷം ഉള്ളൂ. കാരണം ഒന്നും ഉണ്ടായിട്ടല്ല, ഉത്സവ സീസണാണ്. ഓരോരുത്തർക്കും പറ്റുന്നത് പോയി വരാൻ വഴി നേരത്തെ വരേണ്ട അവസ്ഥ വരുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ്.
ഓക്കെ, മാർച്ച് 30 ശേഷം ബാക്കി സ്ഥിരമായിട്ട് കണ്ടിന്യൂസ് സെഷൻ ഉണ്ടായിരിക്കുള്ളൂ, അല്ലെങ്കിൽ രാത്രി ഓരോ 1-2 ദിവസങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, പ്രമോദന് മാത്രമല്ല എല്ലാവരും കൂടി പറഞ്ഞു കേട്ടോ. താങ്ക് യു. ഓക്കെ. ശ്രീലത TV പറയൂ, എന്താണ് കഴിഞ്ഞ 21 ദിവസം എന്നോടൊപ്പമുള്ള ഈ യാത്രയെ കുറിച്ച് പറയാനുള്ളത്? ഞാൻ ഈ മെഡിറ്റേഷൻ ക്ലാസ്സിൽ വന്ന ആ സാഹചര്യം ഞാനൊന്ന് ആദ്യം പറയാം സാറേ. ഞാനിവിടെ കോഴിക്കോട് ജില്ലയിലെ ഒരു മലയോര ഗ്രാമമായ പുതുപ്പാടി എന്ന സ്ഥലത്ത് ഒരു ഗവൺമെന്റ് സ്കൂളിലെ ജോലി ചെയ്യാണ്. ഇവിടെ വരുന്ന കുട്ടികൾ എന്ന് പറയുന്നത് പഠന നിലവാരം ഒരു ബിലോ ആവറേജ് ആണ്. അതേപോലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികള്, ട്യൂഷനൊന്നും പോകാൻ പറ്റാത്ത മക്കളൊക്കെയാണ്. അപ്പൊ നമ്മളെ കയ്യിൽ നിന്നും കിട്ടുന്നത് മാത്രം നോക്കിയിട്ട് ഭാവി തീരുമാനിക്കുന്ന ആ കുട്ടികളാണ്. അപ്പൊ ഇവർ 10ാം ക്ലാസ് ആകുമ്പോഴേക്കും ഈ ജനുവരി ഫെബ്രുവരി മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ടെൻഷനാണ്. കാരണം ഇപ്പൊ റിസൾട്ടൊക്കെ വരുമ്പോൾ സ്കൂളുകൾ തമ്മിൽ മത്സരമൊക്കെ ഉള്ള ഒരു അവസരത്തിൽ 100% കിട്ടിയില്ലെങ്കിലോ എന്നുള്ള ആ ഒരു ആവലാതിക്ക് എങ്ങനെയെങ്കിലും ഇവരെ നല്ല രീതിയിൽ ആക്കുക എന്നുള്ള ഒരു ടെൻഷനും ആകെക്കൂടെ ഒരു വെപ്രാളോ. ജനുവരി ഫെബ്രുവരി മാസം ഒരു പ്രത്യേക മാസമാണ്. അപ്പൊ ഈ ഇതിൽ എനിക്കൊന്ന് ഒരു മനസ്സ് എങ്ങനെയായാലും റിലാക്സ് ആകണം എന്നുള്ളത് ഭയങ്കര ഒരു ഇതായി. കാരണം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ എന്റെ സ്വഭാവേ മാറ്റാം. എല്ലാരോടും ദേഷ്യവും, ഹസ്ബൻഡും മക്കളൊക്കെ ഒരു പറയാൻ തുടങ്ങി എന്താ ഇതിങ്ങനെ എന്നുള്ളത്, ആ ഒരു ദേഷ്യവും. അപ്പൊ മനസ്സുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തു, എങ്ങനെയായാലും ഇതിന്. അപ്പൊ ഈ മെഡിറ്റേഷനെ പറ്റിയൊക്കെ സാറ് മുന്നത്തെ ക്ലാസ്സിലൊക്കെ കേട്ടപ്പോ അതിനൊന്നും എനിക്ക് ജോയിൻ ചെയ്യാൻ പറ്റാത്തൊരു വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ ഏതായാലും ഞാൻ ജോയിൻ ചെയ്തു. ശരിക്കും സാറ് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എന്റെ മനസ്സ് ഫ്രീ ആയി എന്ന് പറഞ്ഞാൽ എങ്ങനെയാ പറയേണ്ടതെന്ന് അറിയില്ല. കാരണം റിലാക്സ് ആയി എന്നുള്ളതാണ്. ഒന്നും ഇപ്പം മനസ്സിലില്ല, പരീക്ഷയില്ല, ഇതും ഇല്ല, അതൊക്കെ നടന്നോളും എന്നുള്ള ആ ഒരു രൂപത്തിലേക്ക് എന്റെ മനസ്സിനെ സാർ എത്തിച്ചു എന്നുള്ളത് വലിയൊരു സന്തോഷമാണ്. അതിന് ആദ്യം തന്നെ സാറിന് ഒത്തിരി നന്ദി പറയാണ്. പിന്നെ ഇത് പറഞ്ഞ പോലെ ഒരു 9:15 ഇപ്പൊ 7 മണി സാറ് മുന്നേ എന്താ പറയണ്ടേ, വൈകുന്നേരത്തെ ഭക്ഷണമൊക്കെ നേരത്തെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു 8 മണിയൊക്കെ ആകും. ഇതിപ്പോ 7 മണിയാകുമ്പോ അല്ലെ ചെയ്താൽ എന്തോ പറ്റില്ല എന്നുള്ള തോന്നലുകൊണ്ട് 7 മണിക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു 9:15 ആകുമ്പോൾ ആ ഒരു കാത്തിരിപ്പ് എന്ന് പറയുമ്പോ അപ്പൊ കിട്ടുന്ന ഒരു സന്തോഷം, അതും വേറൊരു ലെവലാ ശരിക്കും. ഇത് പറയാൻ എങ്ങനെയാ പറയേണ്ടതെന്ന് അറിയുന്നില്ല. അപ്പൊ ഈ സ്വഭാവത്തിന് മാറ്റം. ഞാൻ രാവിലെ ആയാലും രാത്രി ആയാലും കഥ പറയാറില്ല, ഇല്ലേ? വേറൊരു എന്തെങ്കിലും കണക്ഷൻ ഞാൻ പറയാറുണ്ടല്ലോ? ഇല്ല. എനിക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം വോയിസ് ആയിട്ടോ ടൈപ്പ് ഗ്രൂപ്പ് മെസ്സേജ് ഗ്രൂപ്പിൽ ഇടാറുള്ളൂ. ഒന്നും രാവിലെ രാത്രി ആയാലും ശരിക്കും രാത്രി കിടക്കുമ്പോഴും രാവിലെ എഴുന്നേൽക്കും നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നമ്മൾ എന്താണോ നെഗറ്റീവ്, അതാണ് റിസൾട്ട് വരിക. അതുകൊണ്ട് രാവിലെ ഒന്നും പറയാം. ഇടയ്ക്ക് ചീത്ത വിളിക്കാതെ രാത്രി ആയാലും രാവിലെ ആയാലും, അല്ലാതെ ഒന്നും ഞാൻ പറയാറില്ല. ഒരാളെ ഒരു ഇപ്പൊ നിങ്ങളെ ചീത്ത വിളിക്കാതെ ഒരിക്കലും പേരെടുത്ത് ഞാൻ പറയാറില്ല. അങ്ങോട്ട് പറയാറില്ല. ആ ചീത്ത വിളിയാണ് ഞങ്ങൾക്കൊരു പോസിറ്റീവ്. കാരണം സാറ് ചീത്ത വിളിച്ചാലോ എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ എന്തായാലും എല്ലാ ദിവസവും കേറുന്നുള്ളതാണ്. അതേപോലെ ഇപ്പൊ ഇന്നലെ സാറ് ആ മെഡിറ്റേഷനിൽ ചെയ്യിച്ച കാര്യം, അതായത് നിങ്ങൾ തെറ്റ് ചെയ്തവരെ 5 പേരെ മനസ്സിൽ ഓർക്കുക, നിങ്ങളെ വേദനിപ്പിച്ചവരെ 5 പേരെ, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോ സത്യം പറയാൻ സാറേ മനസ്സും ശരീരമൊക്കെ ഒരു ശുദ്ധിയായ പോലെയാണ്. കാരണം അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നു. ഒരാഴ്ച മുന്നേ എന്താ പറയേണ്ട ഒരു വ്യക്തിയോട് അറിയാണ്ട് ഒരു ഇത്തിരി വേദനിപ്പിക്കുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ളത്, അതൊക്കെ ഇന്നലെ ആ സാറത് പറഞ്ഞ ആ വ്യക്തിനെ മനസ്സ് കാണുകയും അവരോട് ആ മാപ്പ് കൊടുക്കുകയും ക്ഷമിക്കുകയൊക്കെ ചെയ്തതോടുകൂടി എന്റെ ശരീരവും മനസ്സും ഒക്കെ ശുദ്ധിയായ ഒരു ഫീലിംഗ് ആണ്. അപ്പൊ എനിക്ക് പറയാനുള്ളത് ഇനിയും ഇതേപോലത്തെ ക്ലാസ്സുകൾ സാറ് തരണം. പ്രത്യേക ഒരു ക്ലാസ് തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റില്ല. ഒത്തിരി നന്ദിയും സ്നേഹവും സാറിനോടുണ്ട്. നേരത്തെ ചേച്ചി അവര് പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും സാറിന്റെ കൂടെ, അതാണ് റിമൂവ് ചെയ്യരുത്, എന്നും സാറിനോടൊപ്പം ഉണ്ട്. ചില ദിവസങ്ങളിലൊക്കെ ചെറിയൊരു മടിയൊക്കെ കാരണം ഞാൻ പറയാനല്ലോ, അത്യാവശ്യ കാര്യങ്ങൾക്ക് സാഹചര്യങ്ങൾക്ക് അവസ്ഥകൾക്ക് നിങ്ങൾക്ക് ലീവ് എടുക്കാൻ പ്രശ്നമില്ല. ഒറ്റ കാര്യം ഇപ്പോഴും പറയുന്നു, മറ്റുള്ളവരിൽ വ്യത്യസ്തമായ ക്ലാസ്സാണ്. അത് ഞാൻ പറയുന്നത്. ഇപ്പൊ പ്രാണായാമം നിങ്ങൾ പലരും പല സ്ഥലത്ത് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും, ഇല്ലേ? പല രീതിയിലാണ് എടുക്കുന്നത്. മെഡിറ്റേഷൻ പല രീതിയിലാണ്, യോഗ ആസനങ്ങൾ പല രീതിയിലാണ്, അല്ലെങ്കിൽ എക്സസൈസ് അല്ലേ? ഞാൻ എന്താ ചെയ്യുന്നത്, ഞാൻ വേറെ രീതിയിലാണ് കൊണ്ടുപോകുന്നത്. ഈ രാവിലെ ഇപ്പൊ നിങ്ങൾ 1 മണിക്കൂർ ചെയ്യുന്ന ആ 1 മണിക്കൂർ പോകുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ? ഇല്ലല്ലോ. കറക്റ്റ് ആയിട്ട് പോകുന്നത്. രാവിലെ ചില ആൾക്കാർ സമയം നോക്കുന്നത്, ഇന്നൊക്കെ രാവിലെ ചില ആൾക്കാർ സമയം നോക്കുന്നത് കണ്ടിട്ട് ഇന്ന് രാവിലെ അറ്റൻഡ് ചെയ്താ ശ്രീലത? ഞാൻ പറഞ്ഞു കേട്ടാ? നിങ്ങൾ ചെയ്തിട്ടില്ല, അല്ല നിങ്ങൾ ചെയ്തിട്ടില്ല, നിങ്ങളല്ല ചെയ്ത്. കറക്റ്റ് സമയം കഴിഞ്ഞപ്പോ ക്ലോക്കിൽ നോക്കിയപ്പോ എന്റെ സമയത്ത് കറക്റ്റ് എത്രയാണോ? 6 മണിയായിരുന്നു. അതുകൊണ്ട് സാറ് തരുന്ന ക്ലാസ്സും ആ പിന്നെ അഫർമേഷൻ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്കൊരു എങ്ങനെയാ നമുക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നുള്ള കുറെ കാര്യങ്ങൾ. ഇത് മാത്രമല്ല, എല്ലാ ജീവിതത്തിന് തന്നെ ഒരു അടുക്കും ചിട്ടയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് തുടരണം തന്നെ പറയാനുള്ളത്. പിന്നെ അഫർമേഷനും ഓരോ കഥകളും ശ്രദ്ധിച്ചോ? നിങ്ങൾ നിങ്ങളെ കുറിച്ച് ഓരോ ദിവസം അയക്കുന്ന അഫർമേഷൻ അറിയാം. ഇന്നത്തെ ശ്രദ്ധിച്ചോ? എല്ലാം വേണ്ട കാര്യങ്ങളാ, നമുക്കറിയാം. പക്ഷെ നമ്മൾ ചിന്തിക്കുകയോ ആലോചിക്കുകയോ ചെയ്യാറില്ല. അപ്പൊ ആ രീതിയിൽ കണക്ട് ചെയ്തിട്ടാ പോകുന്നത് മാത്രം.
പിന്നെ ആദ്യമൊക്കെ എനിക്ക് ഈ മെഡിറ്റേഷനൊക്കെ ഇത് എങ്ങനെ ഇവരിങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുക ഒരു ഇതിനെന്നൊക്കെ ചിന്തിക്കുമായിരുന്നു. ആദ്യത്തെ ദിവസമൊക്കെ എനിക്ക് വലിയൊരു ശ്രദ്ധ, അവസാനമായപ്പോ സാറ് പറയുന്ന പോലെ തന്നെ അതിൽ തന്നെ ശ്രദ്ധിക്കാനൊക്കെ പറ്റിയിട്ടുണ്ട്. അതൊക്കെ ഈ ക്ലാസ്സിൽ ചേർന്നതിന്റെ വലിയൊരു ഗുണമാണ്. ഇനിയും ഞാൻ സാർ ഇതുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അതിൽ പങ്കെടുക്കും. സത്യത്തിലേ ഇപ്പോ ചില ആളുകൾക്ക് ഈ യോഗ അല്ലെങ്കിൽ വർക്കൗട്ട് അത് ചെയ്യാൻ പറ്റില്ലവരെ ശരിക്കും പറഞ്ഞാൽ പ്രാണായാമം, മെഡിറ്റേഷൻ, മുദ്രയും പരിശീലിച്ചാൽ തന്നെ 95% പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. മുദ്ര, പ്രാണായാമ, മെഡിറ്റേഷൻ. ഇപ്പൊ മുദ്ര ക്ലാസ് മുമ്പ് എടുത്തിട്ട് ഞാൻ പറയാം, അത് പിന്നെ ഒരു കണക്ക് ഇത് പിന്നെ വരുന്നുണ്ട്, ഞാൻ പറയാതെ, കാരണം അതിന്റെ വ്യത്യാസം ഭയങ്കര വ്യത്യാസം. പിന്നെ നമുക്ക് എന്തിനും നന്ദി ഉണ്ടോ, ഗ്രാറ്റിറ്റ്യൂഡിന് വളരെ ഇമ്പോർട്ടൻ്റ് ആവും. അത് നിങ്ങൾ പരിശീലിച്ചോ, നിങ്ങൾ ഇനിയും ഓരോരുത്തരും ഉയരങ്ങളിലേക്ക് എത്തും, യാതൊരു സംശയമില്ല. ഗ്രാറ്റിറ്റ്യൂഡിന്റെ പവർ ഭയങ്കര പവറാണ്. അതേപോലെ സാർ ഐ ആം സോറി, അതെ, ഏറ്റവും ബെസ്റ്റ് സംഭവമാണ്. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ പറയാം, കൈവച്ച് നിങ്ങൾക്ക് ചെയ്ത നിങ്ങളോട് തന്നെ പറയാം. നമ്മൾ ആരും നമ്മളെ സ്നേഹിക്കുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ ഇപ്പൊ തുടങ്ങിയിട്ടുണ്ടാവും നിങ്ങൾ എല്ലാവരും. ശരിക്കും നമ്മൾ നിങ്ങളെ ഭർത്താവിനെയും മക്കളെയും അച്ഛനെയും അമ്മയൊക്കെ സ്നേഹിക്കുന്നത് അല്ലേ? നിങ്ങൾ ഒരാൾ സ്നേഹിക്കുന്നത് അത് ആദ്യം നമ്മൾ കൊണ്ടുപോകണം. ആദ്യം ഭക്ഷണത്തോട് കഴിക്കുമ്പോൾ നന്ദി പറഞ്ഞു. ശരിക്കും ഭക്ഷണം കഴിക്കുമ്പോൾ ആകട്ടെ, വെള്ളം കുടിക്കുമ്പോൾ നമുക്ക് സമയം, നമ്മൾ ഒറ്റത് കഴിക്കില്ലേ, ശരിക്കും എല്ലായിട്ടും ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. അത് വിശ്വസിക്കണം. അതുപോലെ താങ്ക് യു, നമ്മളൊരാളുടെ താങ്ക് യു പറഞ്ഞാൽ മറ്റൊരു കളിയാക്കുന്ന വെച്ച് നമ്മൾ മിണ്ടാറില്ല. നമ്മുടെ മലയാളിയുടെ പ്രത്യേക സ്വഭാവം അല്ലേ? ശരിയാണ്. പിന്നെ വേറെ എന്താ ടീച്ചർക്ക് എന്താ എന്തെങ്കിലും അഭിപ്രായ നിർദ്ദേശങ്ങൾ? സാറേ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. സാറും നമുക്കൊക്കെ ഒന്ന് മുന്നോട്ട് ഒരു കൂട്ട്, എനിക്കൊക്കെ ഒരു കൂട്ടര് ഒരാളുള്ള പോലെയാണ് ഇപ്പൊ ഫീല്. ചേർത്ത് പിടിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ എല്ലാവരും അല്ലെ? ഒരാൾ എല്ലാവരും അതാ പറഞ്ഞു. ആ ചേർത്ത് പിടിക്കാൻ പറ്റാത്ത ആളെടുത്ത് ഞാൻ പുറത്തേക്ക് ഇടുന്നുണ്ട്. നിങ്ങൾ കാണാറില്ലേ? ഒരു 5-ാം തീയതി 10-ാം തീയതി കാണാറില്ലേ ചില ആളുകൾ? അത് കറക്റ്റ് അപ്ഡേറ്റ്. ഇപ്പൊ ഇതിലുള്ള എത്ര പേരറിയോ? 21 പേരാളുള്ളത്. 21. ഇതില്ലാത്തത് നാളെ എടുത്തുള്ളൂ, നാളെ കയറാൻ സമ്മതിക്കില്ല. 21 പേരെ നാളെ ഉണ്ടാവുള്ളൂ. അതങ്ങനെയാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇന്ന് എനിക്ക് കയറാൻ പറ്റില്ല എന്ന് മറ്റുള്ളവർ ഒരാൾ കൂടെ എന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അതിൽ ഞാൻ വളരെ നിരാശനാക്കായിരുന്നു. എന്നെ സംബന്ധിച്ച് സ്ട്രൈറ്റ് ആയിരിക്കണം. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഞാൻ ഈ ആഴ്ച ദിവസം ലീവാണ് എന്ന് ഞാൻ പറഞ്ഞു. ആ ലീവ് ചൊവ്വാഴ്ചയാണ്, മാറ്റൊന്നുമില്ല. ഇന്നലെ പറഞ്ഞു. അതിനുവേണ്ടി ഇന്ന് എടുത്ത് ഞാൻ എനിക്ക് വേണം നീട്ടി വെക്കാം, അടുത്ത ഞായറാഴ്ചക്ക് മാറ്റാമായിരുന്നു. പക്ഷെ മാറ്റി ഞാൻ മുൻകൂട്ടി എന്തും കാണണം, അഡ്വാൻസായി കാണണം. ഓക്കെ, വേറെ എന്തെങ്കിലും? ഓക്കെ, അനു ഉറങ്ങാണോ? അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്തേ. ഒരു ചെറിയ സംശയം, ചെറിയ ഉറക്കത്തിലാണോ? എന്നോടൊപ്പം യാത്രയെ കുറിച്ചൊന്ന് പറയൂ, പ്രാണായാമം, മെഡിറ്റേഷനെ കുറിച്ചൊന്ന് പറഞ്ഞേ. ഞാനിപ്പോ സാറിന്റെ ക്ലാസ്സിൽ ഒക്ടോബർ മുതലേ ഉണ്ട്. സ്റ്റാർട്ട് ചെയ്ത അപ്പോഴായിരുന്നു. പിന്നെ എപ്പോഴും 4:45 ക്ലാസ്സിന് ആദ്യം ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എങ്ങനെയാണ് ഈ സമയത്തൊക്കെ നമുക്ക് എഴുന്നേക്കാൻ പറ്റുമോ, ചെയ്യാൻ പറ്റുമോ? പക്ഷെ ക്ലാസ് തുടങ്ങി കഴിഞ്ഞ് പിന്നെ റെഗുലർ ആയിട്ട് നമ്മൾ ആ ടൈം വേണ്ടത് ഒരു 4 മണി കഴിയുമ്പോൾ തന്നെ അലാറം അടിക്കണ്ട, അപ്പോഴേ നമുക്ക് എണീക്കാൻ തോന്നും. ആദ്യത്തെ ഒരാഴ്ച കഴിയുമ്പോഴേ നമ്മൾ റെഗുലറൈസ് ആയിപ്പോകും. അത് കഴിഞ്ഞ് ആ ക്ലാസ് ഇത് നല്ല ഒരു ആദ്യത്തെ ക്ലാസ് ഇപ്പൊ യോഗ ആ ഒരു ടൈമിൽ ഒരു ദിവസം ചെയ്തില്ലെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുടക്കം വരുമ്പോഴാണ് നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട്. അയ്യോ, ഇന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലല്ലോ, സാറിനെ വിളിച്ച് പറയണം. സാറ് പറയുന്ന പോലെ അതിനൊരു റീസൺ പറഞ്ഞില്ലെങ്കിൽ ഒരു വിഷമമാണ്, സാറിനെ അറിയിച്ചില്ലെങ്കിൽ. രാത്രി നന്നായി ഉറങ്ങാറുണ്ടോ? നന്നായി ഉറങ്ങാറുണ്ടോ രാത്രി? ഇല്ല, ഞാൻ ഭയങ്കര ഉറക്കം കിട്ടാറില്ല. പക്ഷെ എന്റെ ഈ മെഡിറ്റേഷൻ ദിവസം പല ദിവസവും ഉറങ്ങാറുണ്ടല്ലോ, ഓരോ ദിവസവും ഉറങ്ങാണല്ലോ. അതെ, അതാണ് നന്നായിട്ട് ഉറങ്ങുന്നത്. അതെ അതെ സാറേ. ഈ ഓരോ ദിവസം മെഡിറ്റേഷൻ പ്രാണായാമം ചെയ്യുമ്പോൾ നന്നായി ഉറക്കം കിട്ടുന്നില്ലേ? അതെ, നല്ല കിട്ടണം, അങ്ങനെ കിട്ടണം. കുറച്ചുകൂടെ എന്റെ നേരത്തെ ഉള്ള ഒരു സിറ്റുവേഷൻ നല്ല മാറ്റം ഉണ്ടായിരുന്നു ഇത്രയും ദിവസം. എത്ര ദിവസം ലീവ് വന്നു? ഇല്ല സാറേ, ഞാൻ ഈ പ്രാവശ്യം എനിക്ക് 21 ഡേയ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഒരു ദിവസം ലേറ്റ് ആയിരുന്നു, 2 ദിവസം. പക്ഷെ ഞാൻ എല്ലാ ദിവസവും. എന്താണ് ഇതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഒന്ന് പറഞ്ഞേ. നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞ 21 ദിവസം പ്രാണായാമം മെഡിറ്റേഷനെ കുറിച്ച്. 10 ഡേയ്സ് പ്രാണായാമത്തിലും എനിക്ക് അറ്റൻഡ് ചെയ്യണമുണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ഞാൻ സാറിനെ അറിയിച്ചു അത്. അതായത് സാറ് 21 ഡേയ്സ് വെച്ചപ്പോഴും എനിക്ക് എന്തായാലും അറ്റൻഡ് ചെയ്യണം എന്നായിരുന്നു ഭയങ്കര. പക്ഷെ ഈ ടൈമിങ് ഒരു 9:15 എനിക്ക് കയറാൻ പറ്റൂ, കാരണം ചെറിയ കുട്ടി ഉണ്ടായതുകൊണ്ട് മോൾ ആ സമയത്തുള്ള ഉറങ്ങുന്ന ഒരു ടൈമാണ്. അപ്പൊ എനിക്ക് ഞാൻ ലീവായി പോകും, കയറാൻ പറ്റുമെന്നൊക്കെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. ഷിനുലാലിനെ കണ്ടുപിടിക്കുക. ഷിനുലാലിന്റെ വൈഫ് വിദേശത്ത്. ഷിനുലാലാണ് ജോലിക്ക് പോയി വന്ന 2 കൊച്ചുങ്ങളെ ഉറക്കിയിട്ടാണ് രാവിലെ ഉറക്കിയിട്ടാണ് രാവിലെ പോയിട്ട് ഷിനുലാലിനെ കണ്ടുപിടിക്കുക. ബാക്കി പറയും.
പക്ഷെ എന്തായാലും എനിക്ക് 21 ഡേയ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റി. അതും ഒരു പോസിറ്റീവ് ആയിരുന്നു. പക്ഷെ അത് കാരണം ഞാൻ ഭയങ്കര അലർജിക് ആയിട്ടുള്ള ഒരാളാണ്, ഭയങ്കര പ്രശ്നങ്ങളാണ്. ഇപ്പൊ സാധാരണ പ്രാണായാമം മിക്കവാറും ഞാൻ പറയാറുണ്ട്, എന്റെ ഒരു നോസിലൂടെയാണ് കറക്റ്റ് ആയിട്ട് എനിക്ക് ഇൻ ചെയ്യാനും ഔട്ട് ചെയ്യാനും ഒക്കെ പറ്റാറുള്ളത്. ഒരു ന്യൂസ് മിക്കവാറും അടവായിരിക്കും. പക്ഷെ അതിൽ നിന്നൊക്കെ എനിക്ക് ഇപ്പൊ ഒരു മാറ്റമുണ്ട് സാറേ, നല്ലൊരു പോസിറ്റീവായിട്ട് നല്ലൊരു മാറ്റം ഞാൻ കാണുന്നുണ്ട്. പിന്നെ പക്ഷെ മെയിൻ ആയിട്ട് പറയാനുള്ളത് നമ്മുടെ മൈൻഡിന്റെ ആ ഒരു കോൺസെൻട്രേഷൻ ആൻഡ് ആൻസൈറ്റി, അതൊക്കെ സ്ട്രെസ് കുറച്ച് കുറഞ്ഞു. മറ്റേത് ഭയങ്കര ഒരു സ്ട്രെസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനതല്ല ഈ പൊട്ടിത്തെറിക്കുന്ന രീതിയിൽ ഇങ്ങനെ പ്രകടിപ്പിക്കും. പക്ഷെ അതിൽ നിന്ന് എനിക്ക് കുറച്ച് അത് നല്ലൊരു മാറ്റം തന്നെ ഉണ്ട്. അതിൽ നിന്ന് കുറച്ച് നല്ല ഒരു മാറ്റം ഉണ്ടായിരുന്നു. പിന്നീട് ഈ 21 ഡേയ്സിൽ നമ്മുടെ ആ ഒരു നല്ല തുമ്മൽ അതിന്റെയൊക്കെ ഒരു പ്രോബ്ലംസ് ഉണ്ട്. അതിനൊക്കെ നല്ല മാറ്റമുണ്ട്. സാറിന്റെ ആ ഗ്രാറ്റിറ്റ്യൂഡ് ക്ലാസ്സിൽ, കഴിഞ്ഞ മന്തിലുള്ള ഗ്രാറ്റിറ്റ്യൂഡ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റി. അതും ഒരു നല്ല ചേഞ്ച് ആയിരുന്നു. നമുക്ക് സാർ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുന്നത് അതൊരു വലിയ മാറ്റം തന്നെയാണ് നമുക്ക് ലൈഫിൽ കൊണ്ടുവരുന്നത്. ഞാൻ പറഞ്ഞേ, ഈ ഗ്രാറ്റിറ്റ്യൂഡ് ഒക്കെ എടുക്കുമ്പോഴേ ചിലർക്ക് ആവശ്യമുള്ളതും ആവശ്യമില്ലാത്ത കുറെ കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇനി എന്താ പ്ലാൻ അറിയോ, ഓരോരുത്തരും 1 to 1 ആണ് കൊടുക്കുന്നത്. ഒരു മാസം 2 തവണ നമ്മൾ ഒരു എത്ര സമയമാണ് നമ്മൾ ഫേസ് ടു ഫേസ് അങ്ങനെ ഒരു പുതിയ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ അനു ഒരു കുറച്ച് പ്രശ്നങ്ങൾ അനു ഉണ്ടേ വരിക. ആ അനുവിന് എന്തൊക്കെ പ്രശ്നം വെച്ചാൽ അനുവിനോട് ചോദിക്കുക എന്തൊക്കെ പ്രശ്നം. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യും. അത് എഴുതി വെക്കാൻ പറയും. അതിൽ വേണ്ട മുദ്രകൾ ഏതാ ചെയ്യിക്കും, പ്രാണായാമം ഏതൊക്കെ, ഇതൊക്കെ എഴുതി വെപ്പിക്കും. ഇത് ഇന്ന് രാത്രി 10 മിനിറ്റ് നിങ്ങൾ സ്വയം ചെയ്യിക്കും. ആ രീതിയിലുള്ള പുതിയ പ്രോഗ്രാമാണ് ഞാൻ അടുത്ത് പോകുന്നത്. കാരണം എല്ലാവർക്കും എല്ലാം വേണ്ട, അറിയാലോ, എല്ലാവർക്കും എല്ലാം വേണ്ട. കോഴ്സ് ചെയ്യുന്നപ്പോൾ നമുക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെ പ്ലാനിങ് കൂടി പുതിയൊരു പ്ലാനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അനുവിന് എന്താണ് വേണ്ടത് അതുപോലെ ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയി ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഉദാഹരണം, ഇപ്പോൾ ശ്രീലതയ്ക്ക് കുറച്ച് പ്രശ്നം ഉണ്ടായിരിക്കും. പ്രശ്നം എല്ലാവരും കേട്ടെ ഉണ്ടായിരിക്കും, ശ്രീലത മാത്രമായിരിക്കും അവർ 1 to ഇപ്പൊ നമ്മൾ 2 സ്ക്രീനിൽ ഞാനും താങ്കൾ മാത്രമേ ഉള്ളൂ. ഇതേപോലെ ആയിരിക്കും അടുത്ത ക്ലാസ്സിൽ പോകുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യം നിങ്ങളുടെ ബുക്കിൽ എഴുതി വെച്ചാൽ നിങ്ങൾ പ്രാക്ടീസ് മാത്രം മതി, അത് സക്സസ്ഫുള്ളി എത്തും. അതാണ് അടുത്ത പ്ലാൻ, പുതിയൊരു പ്രോഗ്രാം അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ വേറെ എന്താ നിർദ്ദേശങ്ങൾ അനുവിന്? അതൊരു നല്ല ഇതായിരുന്നു. ക്ഷമ ഉണ്ട് എന്ന് മനസ്സിലായില്ലേ? ക്ഷമ ഉണ്ട് അല്ലേ? വിചാരിച്ച ചക്ക എന്താ വേണമെങ്കിൽ ചക്ക വേലും കായ്ക്കും, എന്താ പറയാ, അതുണ്ട്, നടക്കും അല്ലേ? അത് മനസ്സിലായി. എന്താ പറയാ സാറിന് അപ്പൊ അതുപോലെ രാവിലത്തെ ആ ഒരു സെഷൻ ആയാലും നമുക്ക് എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റങ്ങൾ തന്നെയാണ് എല്ലാം. സാറിന്റെ ഈ ഇടയ്ക്കിടയ്ക്കുള്ള മെഡിറ്റേഷൻ നമുക്ക് തരുന്നതിനാണ്. എല്ലാ ദിവസവും നമ്മൾ കറക്റ്റ് എല്ലാ ദിവസവും ചെയ്തിട്ടുണ്ട്. കണ്ടിന്യൂസ് എല്ലാ ദിവസവും ചെയ്തിട്ടുണ്ട് അല്ലേ? ഒരു ദിവസം പോലെ ഞാൻ ഒഴിവാക്കിയിട്ടില്ല. അതെ അതെ അതെ, ഇല്ല. അത് തന്നെ ഒരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, റൈറ്റ്, ശരി, ഓക്കെ, താങ്ക് യു. ലേഖ അൺമ്യൂട്ട് ചെയ്യും. എന്താണ് കഴിഞ്ഞ 21 ദിവസം തുടർച്ചയായി പോയ പ്രാണായാമം മെഡിറ്റേഷനെ കുറിച്ച് താങ്കളുടെ വാക്കുകൾ പറയൂ. നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും പറയൂ. ഞാൻ സാറിന്റെ ക്ലാസ്സിൽ ഇന്ന് 1 വർഷമായി ജോയിൻ ചെയ്തിട്ട്. 18. ഓഹോ. പക്ഷെ അതിലിടയിലൊക്കെ ഒരുപാട് സ്കിപ്പായിട്ട് പോയിട്ടുണ്ട്. എനിക്ക് ഫുള്ളൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതിന്റെ സാഹചര്യങ്ങൾ കൊണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഉള്ള ഈ 21 ഡേയ്സിൽ എനിക്ക് 3-4 ദിവസം ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. എങ്കിലും ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും ആദ്യം പറയേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് സ്ട്രെസ് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. മൈൻഡിന് കുറെ ഏകാഗ്രത കിട്ടാനും ശാന്തത കിട്ടാനും ഈ ക്ലാസ് കൊണ്ട് ഉപകരിച്ചിട്ടുണ്ട്. പിന്നെ എന്തായാലും പഞ്ച്വാലിറ്റിയിൽ സാറ് അഗ്രഗണ്യൻ തന്നെയാണ്. കാരണം നമുക്കൊന്നും നടക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. കാരണം കറക്റ്റ് 4:44 ലോഗിൻ ചെയ്യണമെന്ന് പറയുമ്പോൾ നമ്മളൊക്കെ അത് മറന്നു പോകുന്നു, അല്ലെങ്കിൽ അത്രയും കറക്റ്റായിട്ട് പോവാൻ പറ്റാറില്ല. പക്ഷെ പിന്നെ പേടിച്ചിട്ടുമാണ് കുറെ ക്ലാസ്സുകളിലൊക്കെ അറ്റൻഡ് ചെയ്യാറ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ചീത്ത പറയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയോ എന്നുള്ളൊരു പേടിയാണ്. അങ്ങനെയൊന്നും ആരും ഇതുവരെയും ഒരു യോഗ ക്ലാസ്സിലും, ഞാനും ഒരു യോഗ ക്ലാസ്സിൽ ആദ്യം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിലൊക്കെ നമുക്ക് വേണമെങ്കിൽ കയറാം, വേണമെങ്കിൽ വേണ്ട. ഫീസ് അടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫീസിന് മാത്രം ഉറപ്പിക്കുന്ന അധ്യാപകരെ ഞാൻ കണ്ടിട്ടുള്ളൂ. അതിലുപരി പിടിച്ചു വാങ്ങിക്കുന്നുണ്ട് കേട്ടോ, അറിയോ? 5 പിടിച്ചു വാങ്ങിക്കാറുണ്ട്. പിടിച്ചു വാങ്ങിക്കുന്നതിനുള്ള അർഹതയുണ്ടല്ലോ. കാരണം എന്താ വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. ഇത് ഫോളോ അങ്ങനെയൊന്നും ആരും ഫോളോ ചെയ്ത് പിന്നാലെ വന്ന് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് കണ്ടിട്ടില്ല ഇതുവരെയായിട്ട്. അത് തന്നെ ഒരു വലിയൊരു പോസിറ്റീവ്
കാര്യമാണ്. അങ്ങനെ നമുക്ക് ബാക്ക് എന്നൊരു പുഷപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നാണ് എനിക്കും തോന്നിയിട്ടുള്ളത്. എൻ്റെ ഒരു ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതെനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഞാൻ ജോലി ചെയ്യുന്നതും സ്ട്രെസ്സിലാണ്. ലൈഫിലും എനിക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ട്. അതെല്ലാം എനിക്ക് ഒരുപാട് കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയൊക്കെ തന്നെയുള്ളൂ എനിക്ക് പറയാൻ. യാത്രയിൽ എന്റെ പിന്നാലെ അങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലേ? വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ശരി ശരി, ഓക്കെ, താങ്ക് യു. ഈശ്വരി, ഞാൻ ഈശ്വരൻ കുറെ കാലമാണ്. എത്ര, 1 വർഷം 1.5 വർഷം ഏകദേശം എത്ര ആയിട്ടുണ്ട്? പറയൂ, എന്തൊക്കെയാണ്? എന്നോടൊപ്പം എല്ലാ കാര്യങ്ങളും എപ്പോഴും ഉണ്ടാകാറുണ്ട്. പറയൂ. അൺമ്യൂട്ട് ആയില്ല. ഓക്കെ, യെസ്, പറയൂ. നമസ്കാരം സർ. ഞാനിപ്പോ സാറിന്റെ കൂടെ ജോയിൻ ചെയ്തിട്ട് 1 വർഷമായി. ഈ മാസം 1 വർഷമായി. സാറിന്റെ ക്ലാസ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ നല്ല ക്ലാസ് ആണ്. വേറെ ഒരു നെഗറ്റീവ് കമന്റ്സ് ഒന്നും ഇല്ല. എനിക്ക് അലർജി പ്രോബ്ലം ഉണ്ട്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് രാവിലെ നടക്കാൻ പോകുന്നുണ്ട് യോഗ കഴിഞ്ഞിട്ട്. അപ്പോ നടക്കാൻ പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ രാവിലെ കുളിച്ചിട്ട് അമ്പലത്തിൽ തൊഴാൻ പോണതാണ്. നടന്നേ പോവാറുള്ളൂ. അപ്പൊ അങ്ങനെ പോകുമ്പോ ഈ കയറ്റം കയറുമ്പോ എനിക്കൊരു ഇത്തിരി ശ്വാസം മുട്ട് പോലെ ഉണ്ടായിരുന്നു. എനിക്ക് അത് ഇതുവരെയായിട്ട് അങ്ങനെ ഈ യോഗ ക്ലാസ്സിൽ ജോയിൻ ചെയ്തപ്പോ ഉണ്ടായിരുന്നു. അത് ഒരു മിനിറ്റ്, നിങ്ങൾ ജോയിൻ ചെയ്തതേ 2023 ജനുവരി 29, അപ്പൊ 1 വർഷം കഴിഞ്ഞു. 1 വർഷം 2023 ജനുവരി, ഫെബ്രുവരി അല്ലേ സാർ? ഫെബ്രുവരി 29. ഞാൻ പറഞ്ഞു ജനുവരി 29 ജോയിൻ ചെയ്തത്. ഇന്ന് ഫസ്റ്റ് നോക്കണ്ടേ? ഞാൻ നോക്കിയിട്ട് പറയണം. ഓക്കെ, ഞാൻ ബാക്കി പറയാം. അപ്പൊ എനിക്ക് ഈ ശ്വാസം മുട്ട, ഈ സ്റ്റെപ്പ് കയറുമ്പോഴുള്ള കിതപ്പൊക്കെ ഉണ്ടായിരുന്നു ആദ്യം ജോയിൻ ചെയ്തപ്പോഴേ. അതിനുശേഷം ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് അത് അത്ര ഇല്ലായിരുന്നു. സ്റ്റെപ്പ് കയറുമ്പോഴൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഈ ഇടയ്ക്ക് നടക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇത്തിരി കയറ്റം കയറുമ്പോ ശ്വാസം മുട്ട് പോലെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ 20 ദിവസത്തെ പ്രാണായാമം ഒക്കെ ചെയ്തതിന് ശേഷം ഇന്നലെയാണ് ഞാനത് രാവിലെ നടക്കാൻ പോയിട്ട് വന്നപ്പോഴാണ് ഇപ്പൊ നമ്മൾ ആ കയറ്റം കയറുമ്പോ അത്രയ്ക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ എന്നുള്ളത് ഇന്നലെ ആ കയറ്റം കയറിയപ്പോഴാണ് ഫീൽ ചെയ്തത്. പിന്നെ എനിക്ക് അലർജി ഉണ്ട്. അതും ഒരു ഇതാണ്, എപ്പോഴും പ്രശ്നങ്ങളുള്ളതാണ്. പക്ഷെ ഇപ്പൊ ആദ്യത്തെ ദിവസം പ്രാണായാമം ചെയ്യും. സാർ എപ്പോഴും നൈറ്റ് മെഡിറ്റേഷൻ ചെയ്ത് ഉറങ്ങാൻ പറയുമായിരുന്നു. പക്ഷെ നമ്മൾ ചെയ്യാറില്ല, വല്ലപ്പോഴേ ചെയ്യാറുള്ളൂ. ഇപ്പൊ നൈറ്റ് ഇത് ചെയ്തതിന് ശേഷം എനിക്ക് നല്ല ഉറക്കമുണ്ട്. മറ്റേത് രാത്രി കിടന്ന് ഉറങ്ങി കഴിഞ്ഞാൽ ഇടയ്ക്കെങ്ങാനും ഒന്ന് എഴുന്നേറ്റ് പോയാൽ പിന്നെ ഉറക്കം വരാറില്ലായിരുന്നു. ഇപ്പൊ എണീക്കാറേ ഇല്ല, രാവിലെ എണീക്കാറ്. അങ്ങനെ ഒത്തിരി നല്ല ഗുണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പോസിറ്റീവ്. വേറെ നിർദ്ദേശങ്ങൾ എന്തെങ്കിലും? നിർദ്ദേശങ്ങൾ ഈ പ്രാണായാമം ഡെയിലി രാത്രി എടുത്താൽ നന്നായിരുന്നു. ആരോ 2-3 പേര് പറഞ്ഞ പോലെ എന്തായാലും മാർച്ച് ഉത്സവ സീസൺ തീരട്ടെ. ആവശ്യം തന്നെ ചെയ്യാൻ ബുദ്ധിമുട്ടാ സാറേ. ചെയ്യത്തില്ല, ആരും ചെയ്യത്തില്ല. അത് സത്യമില്ല. അപ്പൊ യോഗയിലും എന്തായാലും ചെയ്യത്തില്ല. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. നാസിയ, അൺമ്യൂട്ട് ചെയ്തേ, പറയൂ. എന്താണ് കഴിഞ്ഞ 21 ദിവസത്തെ? ഹലോ സർ, കേൾക്കാനുണ്ടോ? കേൾക്കാനുണ്ട്, പറയൂ. കേൾക്കാനുണ്ട്. ഞാൻ സാറിന്റെ കൂടെ ജോയിൻ ചെയ്തിട്ടപ്പം 1 മാസം കഴിഞ്ഞു. ജനുവരി 7-ാം തീയതിയാണ് ജോയിൻ ചെയ്തത് യോഗയില്. അപ്പം ആ ടൈമില് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതാണ് മെഡിറ്റേഷനും കൂടി ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്നുള്ളത്. അപ്പൊ അതുപോലെ തന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് സാർ ആദ്യം 9 ഡേയ്സിന്റെ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ തന്നെ എനിക്ക് ഒരുപാട് എന്താ പറയാ, ഞാൻ വിചാരിച്ച ഒരു കാര്യം തന്നെയായിരുന്നു. എനിക്ക് മെഡിറ്റേഷൻ വേണം, പ്രാണായാമം വേണം എന്നുള്ളൊരു ഇത്. കാരണം വെച്ചാൽ എനിക്ക് ശ്വാസം മുട്ടൽ, ആസ്മയൊക്കെ ഉള്ളൊരു ആളാണ്. അലർജി പ്രശ്നമുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതുള്ളത് കൊണ്ട് തന്നെ കിതപ്പ് നന്നായിട്ടുണ്ട് സ്റ്റെപ്പൊക്കെ കയറുമ്പോഴും. പിന്നെ നമ്മൾ കുറച്ച് സമയം ചിരിച്ചാൽ തന്നെ എനിക്ക് കിതപ്പ് വരും, സംസാരിക്കുമ്പോഴും കിതപ്പ് വരും. അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രശ്നമുണ്ട് എനിക്ക്. അപ്പൊ ഇൻഹേലർ യൂസ് ചെയ്യുന്നുണ്ട് സ്ഥിരമായിട്ട്. പക്ഷെ ഇപ്പൊ ഈ കാറ്റ് കാലം തുടങ്ങിയതിന് ശേഷം എനിക്ക് ശരിക്കും കൂടുതലായിരുന്നു ആസ്മ. പക്ഷെ ഇപ്പൊ ഒരു 7 ദിവസമായിട്ട് ഞാൻ 1 നേരം 2 നേരമാണ് ഞാൻ യൂസ് ചെയ്യാറ്. അതിലിപ്പോ 1 നേരമായിട്ട് എന്റെ കുറഞ്ഞു. ഇപ്പൊ 7 ദിവസമായിട്ട് ഞാൻ അത് ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്.
അവര് നൈറ്റ് ഈ നമ്മുടെ പ്രാണായാമം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഇൻഹേലർ യൂസ് ചെയ്യാണ്ടാണ് ഇപ്പൊ കിടക്കുന്നത്. അപ്പൊ അത് എനിക്ക് വലിയൊരു ചേഞ്ച് ആണ്. പിന്നെ അതേപോലെ തന്നെ എന്താ പറയാ, തുമ്മല് നല്ല വ്യത്യാസം വന്നു. തുമ്മല് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു 10-20 തുമ്മലാണ്. പിന്നെ അതിപ്പോ വളരെ നന്നായിട്ട് കുറഞ്ഞു. പിന്നെ ഇത് പറഞ്ഞ പോലെ മൂക്കടപ്പ്, ഒരു മൂക്ക് അടഞ്ഞിട്ടായിരുന്നു ശരിക്കും. ഫസ്റ്റ് ഒക്കെ ഇത് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ 9 ദിവസത്തിൽ തന്നെ എനിക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. തീരെ മൂക്കിങ്ങനെ ബ്ലോക്ക് ആയിട്ട് തീരെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ മൂക്കിന് പകരം വായക്കൂടൊക്കെയാണ് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നത്. പക്ഷെ അതൊക്കെ ഈ 21 ദിവസത്തിലെ ആ ഒരു ഇതില് നല്ല ചേഞ്ച് വന്നു. ആ മൂക്ക് ഒരെണ്ണം അടഞ്ഞിരുന്നത് 2 ഇപ്പൊ തുറന്നു. 2 കൂടിയും ശ്വാസം വലിക്കും. ഇത്തവണ ശരിക്കും നന്നായിട്ട് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ പറയാനുള്ളത് മറ്റേ ക്ഷമയുടെ കാര്യം. എനിക്ക് ഈ പറഞ്ഞ പോലെ തീരെ ക്ഷമ ഇല്ലാത്ത ഒരാളാണ്. അപ്പൊ എനിക്ക് ആദ്യം പറഞ്ഞ പോലെ ചക്ര മെഡിറ്റേഷന്റെ സമയത്ത് ഭയങ്കര ഒരു എന്താ പറയാ, ഭയങ്കര ഞാൻ ഇറിറ്റേറ്റഡ് ആവുമായിരുന്നു. ഇങ്ങനെ ഇതെന്താ തീരാത്ത എന്നുള്ളൊരു അത്ര എനിക്ക് ഇറിറ്റേഷൻ ആയിരുന്നു. പക്ഷെ അത് പിന്നെ ഇങ്ങനെ ചെയ്ത് ഇത് എനിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്ന് ഇങ്ങനെ ഞാൻ മനസ്സിലിങ്ങനെ പറഞ്ഞ് പിന്നെ അതിങ്ങനെ ഞാനത് യൂസ്ഡ് ആയി. ഇപ്പൊ ഒരു പ്രശ്നമില്ല. ലാസ്റ്റ് ഇപ്പൊ 1.5 മണിക്കൂറിന്റെ അത് ചെയ്തപ്പോ ഒരു പ്രശ്നമില്ല. കഴുത്ത് വേദന ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ പിന്നെ ലാസ്റ്റിലോട്ടായിരുന്നു ഞാൻ കിടക്കുകയും ചെയ്തത്. പക്ഷെ എന്നാലും എനിക്ക് ക്ഷമ എനിക്ക് കുറെ ഒരു ലെവൽ മുകളിലേക്ക് വന്നിട്ടുണ്ട് എന്തായാലും ഇത് കഴിഞ്ഞു. പിന്നെ മോൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവൻ ഇപ്പൊ ഒരാഴ്ചയായിട്ട് അവൻ ഈ പറഞ്ഞ പോലെ പനിയും ജലദോഷം എന്നെ പോലെ തന്നെ അലർജിക് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് അവനിപ്പോ ഈ ലാസ്റ്റ് ഒരു 5 ദിവസമായിട്ട് പിന്നെ കയറാൻ പറ്റിയിട്ടില്ല. അവനീ പറഞ്ഞ പോലെ കോൺസെൻട്രേഷൻ അതൊക്കെ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. നന്നായിട്ട് ഈ പറഞ്ഞ പോലെ അവന് ഇതേപോലെ തന്നെ ഒരു വെപ്രാളം, ഒരു ഭയങ്കര ആൻസൈറ്റി ഇഷ്യൂസ് ഒക്കെ ഉള്ളതാണ്. അതൊക്കെ കുറെ മാറ്റം വന്നു. നമ്മൾ സംസാരിക്കണത് തന്നെ ഒരുപാട് മാറ്റം വന്നു. ആ ഒരു സംസാര രീതിയും അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ്. പിന്നെ അവൻ തന്നെ പറയുന്നുണ്ട് എനിക്ക് എന്തായാലും ജോയിൻ ചെയ്യണം. ഇന്നലെ എന്നോട് പറഞ്ഞു ഞാൻ കയറട്ടെ. ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും പനിയുണ്ട്, എന്താ പറയാ തുമ്മലൊക്കെ ഉണ്ട്, അപ്പൊ കയറണ്ട. അവൻ ഇങ്ങോട്ട് ചോദിക്കും ഞാൻ കയറാറായോ. ഞാൻ പറഞ്ഞിട്ടാ വേണ്ട കയറണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ പിന്നെ അതേപോലെ തന്നെ ഈ പറയാണെന്ന് വെച്ചാൽ ഇപ്പൊ ബീന ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ പുറത്താക്കരുത് എന്നുള്ളൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കോഴ്സ് ചെയ്യാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ശരിക്കും ഞാൻ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഒരു ബ്രേക്ക് എടുത്തേക്കാണ്. ഈ ഒരു സാറിന്റെ ക്ലാസ്സും പിന്നെ എന്റെ കുറെ ക്ലാസ്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് വാട്സാപ്പ് വെച്ചേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് വാട്സാപ്പ് ഒക്കെ ഞാൻ എടുത്ത് നോക്കണൊക്കെ വളരെ കുറവാണ്. പക്ഷെ ഗ്രൂപ്പിൽ വരുന്ന മെസ്സേജസും PDF ഒക്കെ വായിക്കാൻ ശ്രമിക്കാറുണ്ട്. വായിച്ചു കഴിഞ്ഞാൽ ഞാനത് തംസപ്പ് ഇടാറുമുണ്ട്. പക്ഷെ ചെയ്തില്ലെങ്കിൽ അത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് സാറിന് ഒരിക്കലും വിചാരിക്കരുത്. അതുകൊണ്ട് പുറത്താക്കരുത് എന്നുള്ളൊരു വലിയ അപേക്ഷയാണ്. ഈ മുന്നോട്ട് സാറിന്റെ കൂടെ തന്നെ ഇനി അങ്ങോട്ട് എന്റെ ജീവിതകാലം മുഴുവൻ എനിക്ക് കണ്ടിന്യൂ ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. രാവിലത്തെ യോഗയുടെ കാര്യം പറയുകയാണെങ്കിലും അത് തന്നെയാണ്. പക്ഷെ ശനിയാഴ്ചത്തെ 4:45 എനിക്ക് ഇതുവരെ അത് ഒരു ദിവസം ഞാൻ എനിക്ക് കയറാൻ പറ്റില്ല. കാരണം ആ ടൈമിൽ എനിക്ക് ഉറക്കം അങ്ങ് ശരിയാവണില്ല. രാത്രി അത് നൈറ്റ് ഞാൻ കിടക്കാൻ കുറച്ച് ലേറ്റ് ആവുന്നുണ്ട്. 11:30-12 മണി ആവുന്നുണ്ട്. അയ്യോ എഴുന്നേക്കും, പക്ഷെ അത് ഓഫ് ആക്കിയിട്ട് പിന്നെ അത് ഉറങ്ങും. അതാണ് പ്രശ്നം. എഴുന്നേക്കാൻ പറ്റുന്ന വെച്ചാൽ കണ്ണങ്ങ് തുറക്കാൻ പറ്റുന്നില്ല. ചിലത് അലാറം അതാ പറഞ്ഞ 11-12 മണി ആവും ഉറങ്ങുമ്പോൾ കിടക്കുന്ന സമയത്ത്. അതുകൊണ്ടായിരിക്കണം. പക്ഷെ എന്നാലും രാവിലെ 5:30-5:15 ആകുമ്പോഴത്തേക്ക് ഇപ്പൊ അത് കറക്റ്റ് ആയിട്ടുണ്ട്. ശനിയാഴ്ചത്തെ പറഞ്ഞ പോലെ ഇന്ന് ഞാൻ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ 4:30 എഴുന്നേറ്റ് ഇന്ന് അറ്റൻഡ് ചെയ്തു. ഞാൻ എന്തായാലും ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളൊരു ഇതുണ്ട്. അപ്പൊ ഇന്ന് എനിക്ക് എഴുന്നേക്കാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് എനിക്ക് ക്ഷീണമൊന്നുമില്ല. പക്ഷെ എനിക്ക് ക്ഷീണമൊക്കെ നാളെയാണ് വരിക. ഈ ഉറക്കം ഒരു ദിവസം ഇങ്ങനെ മിസ്സായിരിക്കുന്നത് അത് നാളത്തേക്കാണ്. ചൊവ്വാഴ്ച കുറച്ച് വൈകി എഴുന്നേറ്റായി. ചൊവ്വാഴ്ച നമുക്ക് ലീവാണ്. ഓക്കെ സാർ. അപ്പൊ എനിക്ക് ആ ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ, പുറത്താക്കരുത് ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ. വേറെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ പ്രത്യേകിച്ചൊന്നും ഇല്ല. ഇതേപോലെ തന്നെ അങ്ങ് മുന്നോട്ട് പോകണം സാർ. ഇതേപോലെ കുറെ വെറൈറ്റി ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കൊണ്ടുവരണം. ചക്ര എന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യ പുറത്താണ്. കാരണം അറിയോ, കഴിഞ്ഞ മാസം കുറെ ദിവസങ്ങൾ അറ്റൻഡ് റെസ്പോണ്ട് ചെയ്തില്ല. എന്റെ ഭാര്യ യോഗ സ്ഥിരമായിട്ട് 5:55 ഗ്രൂപ്പിൽ അറ്റൻഡ് ചെയ്യുന്ന വ്യക്തിയാണ്. ഇപ്പൊ ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയിരിക്കുക. ഇപ്പൊ അറ്റൻഡ് ചെയ്യുന്ന രാവിലെ ചെയ്യാൻ പറ്റും. അത് വേണേ നമ്പർ ഒന്ന് വിളിച്ചു വെച്ചോളൂ. ഇപ്പൊ ചെയ്യുന്ന ഈ മാസം ചെയ്യുന്നില്ല, പുറത്താക്കിയിരിക്കുകയാണ്. അവിടെയും കൊടുത്തിരിക്കുകയാണ്. ഭാര്യയെ കൊണ്ട് മാസം 770 കൃത്യമായി ഫീസ് അടപ്പിക്കുന്ന ആളാ ഞാൻ. നമ്പർ വിളിച്ചു വെച്ചോളൂ. കറക്റ്റ് സ്ക്രീൻഷോട്ട് എന്തിനാ ഞാൻ അയച്ചു തരാം.
ഇപ്പൊ പുറത്ത് ആള് പുറത്തേക്ക് ഈ മാസമല്ല. ആയിക്കോട്ടെ, ശരി, ഓക്കെ. ഓക്കെ സർ. അപ്പൊ ശരി, താങ്ക് യു. ലീമ വിജയൻ, ലീമ വിജയൻ അൺമ്യൂട്ട് ചെയ്യൂ. ആദ്യം അൺമ്യൂട്ട് ചെയ്യൂ, അവിടെ അൺമ്യൂട്ട് ചെയ്യൂ, പറയൂ. അൺമ്യൂട്ട് ആയിട്ടില്ല, ആയിട്ടില്ല. ചെയ്യാൻ പറ്റില്ല. ഇല്ല, ഒരു മിനിറ്റ് ആയിട്ടില്ല. കുറച്ച് കഴിഞ്ഞിട്ട് മതി. കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കാം. ആയിട്ടില്ല, എന്തോ കുഴപ്പമില്ല. മിനി ചേച്ചി, മിനി തലശ്ശേരി, പറയൂ. അൺമ്യൂട്ട് ചെയ്യൂ. അൺമ്യൂട്ട് ആയിട്ടില്ല. ആ, പറയൂ. ഈ 21 ദിവസത്തെ പ്രാണായാമം മെഡിറ്റേഷനെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായങ്ങൾ. ടെൻഷനൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് വളരെയധികം ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെയാ ഞാൻ തീരെ മെഡിറ്റേഷനിലോട്ട് വന്നേ. ഇപ്പോ ടെൻഷൻ എല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇത് കണ്ടിന്യൂ ചെയ്യണമെന്നാണ് ആഗ്രഹം, മെഡിറ്റേഷൻ. അല്ല ഒറ്റയ്ക്കിരുന്ന് ചെയ്യുന്നത് മടിയായിരിക്കും ചെയ്യാൻ. പിന്നെ കുറച്ച് ഫിസിക്കലായിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ ഉള്ളത് കാരണം യോഗയ്ക്കൊന്നും ചേരാൻ പറ്റിയിട്ടില്ലായിരുന്നു. അത് ഇടയ്ക്ക് വെച്ച് സ്റ്റോപ്പ് ആക്കിയ ഡോക്ടർ റെസ്റ്റ് എല്ലാം പറഞ്ഞായിരുന്നു. ടെൻഷൻ നന്നായിട്ട് മാറി എന്നുള്ളത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ. അല്ലെങ്കിൽ എന്ത് ചെറിയൊരു കാര്യം ഉണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് ടെൻഷൻ അടിക്കുന്ന ആളാണ്. ഇപ്പൊ അതെല്ലാം മാറി, ഉറക്കമൊക്കെ ശരിയായിട്ട് വരുന്നുണ്ട്. നല്ലൊരു ഫീലിംഗ് ആണുള്ളത്. പ്രാണായാമയും മെഡിറ്റേഷനും ബെനിഫിറ്റ് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഷുവർ. അതെ അതെ. ലീവ് വല്ലതും ഉണ്ടായോ? ലീവ് വല്ലതും ഉണ്ടായോ? 2 ദിവസം ലീവ് എടുത്തായിരുന്നു. ആയിക്കോട്ടെ. മറ്റെന്താ നിർദ്ദേശങ്ങൾ? വേറെ നിർദ്ദേശങ്ങളൊന്നുമില്ല. ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന് നല്ല താല്പര്യമുണ്ട് മെഡിറ്റേഷൻ. മിനിയോട് മാത്രമല്ല എല്ലാവരോടും എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾ എന്നെ ഡയറക്റ്റ് വിളിക്കാം കേട്ടോ. എപ്പോൾ വേണമെങ്കിൽ വിളിക്കാം, ചോദിക്കാം, സംസാരിക്കാം. നമുക്ക് ഈ രാത്രി സമയം അധികം സമയമില്ലാത്തതുകൊണ്ടാണ് കറക്റ്റ് സമയത്തോടെ കറക്റ്റ് സമയത്ത് അവസാനിപ്പിക്കുന്നു. അവസാനിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പലർക്കും പല ബുദ്ധിമുട്ടുകളും വീട്ടിലെ ജോലികളും ചെയ്ത് ഉറങ്ങേണ്ട സമയം നിങ്ങൾ ലെഫ്റ്റ് ആവുന്നുണ്ട്. അത് കുഴപ്പമില്ല. എന്ത് സംശയം ഉണ്ടെങ്കിലും ഇപ്പൊ നമ്മൾ ഇന്ന് ക്ലാസ് തീർന്നു കഴിഞ്ഞാൽ പോലും നാളെ തീർന്നു കഴിഞ്ഞാൽ പോലും നിങ്ങൾക്ക് ഫ്രീക്വന്റ് എന്നെ വിളിക്കാം, ചോദിക്കാം. ഓക്കെ, വേറെ എന്തെങ്കിലും ചോദിക്കാണ്ടോ? ഇല്ല. ഓക്കെ, യെസ്. സ്വീറ്റി, അൺമ്യൂട്ട് ചെയ്തേ. രാവിലെ ഇവിടുത്തെ 4:45 അവിടുത്തെ സമയത്ത് രാവിലെ 4:45 2 മണിയൊക്കെയാവും സാർ. ഇന്ന് ഞാൻ ശ്രദ്ധിച്ചോ? ഈ വ്യക്തി ഇപ്പോ വിദേശത്താണുള്ളത്. അവിടെ 2 മണി സമയത്ത് വേണം അറ്റൻഡ് ചെയ്യുന്നത്. നമ്മുടെ ഇവിടുത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. ഇനി ബാക്കി പറയാം. ഈ കഴിഞ്ഞ 21 ദിവസത്തെ കാര്യം ഉറങ്ങിപ്പോയി സാർ. ഇന്ന് ഉറങ്ങിപ്പോയി. ഇന്നിപ്പോ കുറച്ച് 4:30 കൂടെ 4:45 കുറച്ചും കൂടി നേരത്തെ. നാളെ കുഴപ്പമില്ല, 5:55 ഉണ്ടല്ലോ. നാളെ കുഴപ്പമില്ല. 21 ദിവസത്തെ പ്രാണായാമം മെഡിറ്റേഷനെ കുറിച്ച് പറയും. എനിക്ക് തോന്നുന്നു ഞാനൊരു 3 ദിവസത്തെ ക്ലാസ് മിസ് ചെയ്തെന്ന് തോന്നുന്നു. നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. എനിക്ക് ബ്രീത്തിങ് ഒക്കെ ഇങ്ങനെ ഹോൾഡ് ചെയ്യാൻ മാക്സിമം ഒരു 32 സെക്കൻഡ് ഒക്കെ പറ്റുകയുള്ളായിരുന്നു. പക്ഷെ എനിക്ക് ലാസ്റ്റത്തെ ദിവസം ആയപ്പോഴേക്കും 1 മിനിറ്റ് മൊത്തമായിട്ട് ഹോൾഡ് ചെയ്യാനൊക്കെ പറ്റി. പിന്നെ ആ നെഗറ്റീവ് ഇതൊക്കെ മാറിയിട്ട് ഒരു പോസിറ്റീവ് ഫീലിംഗ് ഒക്കെ എനിക്ക് നമ്മുടെ എന്താ പറയാ ചിന്തിക്കുന്നത് തന്നെ ഒരു പോസിറ്റീവായിട്ട് ചിന്തിക്കാനൊക്കെ പറ്റുന്നുണ്ട്. നല്ല ക്ലാസ് ആയിരുന്നു. മോൾക്ക് കുറച്ച് ദിവസം അറ്റൻഡ് എക്സാം ആയതുകൊണ്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്. പിന്നെ അവൾ ഈ മെസ്സേജൊന്നും നോക്കത്തൊന്നുമില്ല. ഒന്നാമത്തെ കാര്യം മലയാളം വായിക്കാൻ അറിയാൻ പാടില്ല. പിന്നെ കുറെ ഇങ്ങനെ പഠിക്കാനൊക്കെ ഉള്ളത് കൊണ്ട് മിസ്സായി പോയതാ. പിന്നെന്താ മറ്റു നിർദ്ദേശങ്ങൾ? വേറെ ഒന്നുമില്ല സാർ. ആയിക്കോട്ടെ, ഓക്കെ, റൈറ്റ്. അവിടെ ആരും വിളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ശരി. സുചിത്ര, പറയൂ. കഴിഞ്ഞ 21 ദിവസത്തെ പ്രാണായാമം മെഡിറ്റേഷനെ കുറിച്ച് പറയൂ. ഗുണമുണ്ടായോ ദോഷമുണ്ടായോ, സമയം നഷ്ടമായോ? ഇതാണ് ചോദ്യം. ഗുണമുണ്ടായി, ദോഷമില്ല. പിന്നെ എനിക്ക് ബ്രീത്തിങ് ഭയങ്കര പ്രശ്നമായിരുന്നു. ഈ പറഞ്ഞ കണക്ക് ഒരു മൂക്ക് എപ്പോഴും എനിക്ക് അടഞ്ഞിരിക്കത്തുള്ളായിരുന്നു. 2 മൂക്കിൽ കൂടെയും ബ്രീത്തിങ് എനിക്ക് മിക്കവാറും പറ്റാറില്ല. അപ്പൊ ഇപ്പൊ അങ്ങനെ ഒരു പ്രശ്നമില്ല.
രണ്ടും മൂക്കിലൂടെ സുഖമായിട്ട്. പിന്നെ ബ്രീത്തിങ് കപ്പാസിറ്റി കൂടിയിട്ടുണ്ട്. കാരണം എനിക്ക് ഹോൾഡ് ചെയ്ത് വെക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു. ഇപ്പൊ ആദ്യമൊക്കെ 32 സെക്കൻഡ് വലിയ കഷ്ടപ്പെട്ടൊക്കെ പിടിക്കുമായിരുന്നെങ്കിൽ ഇപ്പം 60 പറ്റുന്നുണ്ട്. പിന്നെ എന്താണ്, കോൺസെൻട്രേഷൻ ഒരുപാട് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. മെഡിറ്റേഷൻ ആദ്യമൊക്കെ പാടായിരുന്നു. പിന്നെ പിന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ കണ്ണടച്ചിരിക്കുമ്പോ തന്നെ കുറെ നേരം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അലർജിക്കാണ്, തുമ്മല്, അങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് എനിക്കൊരു നല്ല പനി വന്നപ്പോഴത്തേക്കും ബോഡി പെയിൻ, ചുമ, ശ്വാസമുട്ട് എല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ മൂക്കൊക്കെ നല്ലതുപോലെ അടഞ്ഞിരിക്കുവായിരുന്നു. എന്നാലും ഞാൻ വന്ന് ചെയ്യാനിരിക്കുമ്പോഴത്തേക്കും എനിക്ക് നല്ല റിലാക്സേഷൻ ഉണ്ടായിരുന്നു, ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു നല്ലോണം. ഇമ്മ്യൂണിറ്റി പവർ കൂടിയിട്ടുണ്ടോ? എന്താ തോന്നുന്നുണ്ടോ? ഇമ്മ്യൂണിറ്റി പവർ കുറച്ച് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ? വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്നെ മെഡിറ്റേഷനും അതുപോലെ തന്നെ കുറെ ഇത്രയൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ പറ്റുന്നുള്ള ഒരു കാര്യം എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നമ്മൾ വിചാരിച്ച നടക്കാത്ത ഒരു കാര്യമില്ല, നമ്മൾ വിചാരിക്കാത്തതുകൊണ്ട് മാത്രമാണ്. പിന്നെ നമ്മളെ കുറിച്ച് ഇതുവരെയും ചിന്തിച്ചിട്ടില്ല. ഞാൻ എന്നെ കുറിച്ചോ അല്ലെങ്കിൽ ഞാൻ ചെയ്ത തെറ്റുകളെ കുറിച്ചോ എന്നോട് മറ്റുള്ളവർ ചെയ്ത തെറ്റുകളെ കുറിച്ചോ അതെല്ലാം സ്വയം ഒന്ന് വിലയിരുത്താനുള്ള കുറെ അവസരങ്ങൾ കിട്ടിയപ്പോൾ അതൊക്കെ മനസ്സിനെ വളരെയധികം നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. വളരെ നല്ലൊരു റിലാക്സേഷൻ ആയിരുന്നു. പിന്നെ അങ്ങനെ ഗുണങ്ങളെ ഉണ്ടായിട്ടുള്ള, ദോഷങ്ങളൊന്നുമില്ല. സാറ് നല്ല സ്ട്രിക്റ്റ് ആയിട്ട്, ഞാൻ പൊതുവേ എന്നെ പുറകിൽ നിന്ന് ഒരാള് തള്ളിയാൽ മാത്രം, എന്റെ കാര്യങ്ങളിലെല്ലാം അങ്ങനെയാണ്, പുറകിൽ നിന്ന് ഒരാൾ തള്ളിയാൽ മാത്രം ഞാൻ ചെയ്യും, അല്ലെങ്കിൽ ഭയങ്കര മടിയാണ്. അപ്പൊ ഇപ്പം സാറ് സ്ട്രിക്റ്റും കൂടെ ആയതുകൊണ്ട് സാറിനെ പേടിച്ചിട്ടാണെങ്കിൽ പോലും 9 മണി ആവാൻ വേണ്ടി കാത്തിരുന്നിട്ട് കറക്റ്റ് 9:15 ആകുമ്പോഴത്തേന് എല്ലാ ദിവസവും 21 ദിവസം അറ്റൻഡ് ചെയ്യാൻ പറ്റി. അപ്പൊ സത്യത്തിൽ പേടി നല്ലതാണ്. ഞാൻ പറഞ്ഞ ഫുഡിലേക്ക് നീങ്ങാൻ തുടങ്ങിയില്ല കുറേശ്ശെ. ഞാൻ ചായ അതിലേക്ക് കുറച്ച് മാറ്റം കൊണ്ടുവരിക. ഞാൻ അയച്ചു തന്നിരുന്നല്ലോ, കുറച്ച് വ്യത്യാസം കൊണ്ടുവരണം. പിന്നെ വേറെ അഭിപ്രായം പറയൂ. വേറെ അഭിപ്രായങ്ങൾ പ്രത്യേകിച്ചൊന്നുമില്ല. എല്ലാം ഒരുപാട് പേർക്ക് നല്ലതാണ്. പിന്നെ ഇപ്പം പറഞ്ഞ കണക്ക് സാറിന്റെ പിന്നിലൂടെ വലിയൊരു ജനക്കൂട്ടം സഞ്ചരിക്കുന്നുണ്ട് സാറിനെ കൈപിടിച്ച് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവരെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്നും ആയുസ്സും ആരോഗ്യം എല്ലാം തന്ന് സാർ ഇതുപോലെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വരുന്നവരെ ചേർത്ത് പിടിക്കുന്നുണ്ട്. പുതിയ ഒരാളെയും വരൂ 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 ഞാൻ വിളിക്കുന്നില്ല ഒരു കാര്യങ്ങൾക്കും. വന്നവരെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അത് ക്ലിയറാ, അതിൽ മാറ്റമൊന്നുമില്ല. യെസ്, ഒരുപാട് പേര് സാറിന്റെ കൂടെ ഉണ്ട്. അവരെ കൊണ്ടുപോകുന്നുണ്ട്, കൃത്യമായിട്ട് കൊണ്ടുപോകും. പിന്നെ വേറെ എന്തെങ്കിലും? വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഓക്കെ, യെസ്, താങ്ക് യു. സബിതയാണെങ്കിൽ യാത്രയാണ്. മറ്റേ എന്താ പറയാ, നരേന്ദ്രമോദി വിദേശ പര്യടനം പോലെയാണ്. കാസർഗോഡ് തിരുവനന്തപുരം, തിരുവനന്തപുരത്ത് പിന്നെ എവിടെ സ്ഥലം? കൊല്ലം. കൊല്ലം. യെസ്. പിന്നെ വേറെ സ്ഥലം കൂടെ ഉണ്ട് ഹസ്ബൻഡ് ജോലി സ്ഥലം? ഹസ്ബൻഡ് കാസർഗോഡ്. കാസർഗോഡ്. യെസ്. കാസർഗോഡ്, തിരുവനന്തപുരം, തിരുവനന്തപുരം, കൊല്ലം ടു. യെസ്, പറയൂ, എന്താണ് കഴിഞ്ഞ 21 ദിവസത്തെ? എനിക്ക് 2 ദിവസം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, ബാക്കി എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. പിന്നെ എനിക്കും ഈ അലർജിക് പ്രോബ്ലംസ്, ആസ്മാറ്റിക് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. അതെനിക്ക് കൂടുതൽ ഈ ലങ് കപ്പാസിറ്റി ഒക്കെ കൂടിയതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ മരുന്നുകൾ കഴിക്കുന്നുണ്ടായിരുന്നു ഞാൻ. അത് ഇപ്പം രാത്രി ഒരു നേരം മാത്രമേ കഴിക്കുന്നുള്ളൂ, അലർജിയുടെ മരുന്ന്. ബാക്കി മരുന്നുകളൊക്കെ നിർത്തി. പിന്നെന്താ, കോൺസെൻട്രേഷൻ ഒക്കെ കൂടി. അതുപോലെ ഉറക്കം നന്നായിട്ട്. നേരത്തെ ഒരു മാം പറഞ്ഞ പോലെ എനിക്ക് രാത്രി ഇടയ്ക്ക് എങ്ങാണോ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഉറങ്ങാൻ പറ്റാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതൊന്നുമില്ല. രാത്രി ഇടയ്ക്ക് ഉണർന്നാലും പെട്ടെന്ന് തന്നെ ഉറങ്ങാൻ പറ്റുന്നുണ്ട്. പിന്നെ സാറിന്റെ ഈ ക്ലാസ് വളരെ നല്ല ക്ലാസ്സുകളായെല്ലാം. ചക്ര മെഡിറ്റേഷൻ ആയാലും, ഇപ്രാവശ്യം ചക്ര മെഡിറ്റേഷനിൽ ഞാൻ ഇതിനു മുമ്പ് 2 പ്രാവശ്യം ചക്ര മെഡിറ്റേഷനിൽ സാറിന്റെ കൂടെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോഴൊന്നും മാറ്റങ്ങൾ വന്നു, നല്ല മാറ്റമുണ്ട്. മറ്റേത് എനിക്ക് മൂലാധാരം ആ ഭാഗമൊന്നും ഒട്ടും വൈബ്രേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇപ്രാവശ്യം ചെയ്തപ്പോൾ അതെനിക്ക് നന്നായിട്ട് വൈബ്രേഷൻ ഫീൽ ചെയ്തു. ബാക്കിയെല്ലാം സ്വാധിഷ്ഠാന മണിക്കൂർ ബാക്കിയൊക്കെ കുഴപ്പമില്ല. ബാക്കിയൊക്കെ അന്നേ വൈബ്രേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് മൂലാധാരത്തിലെ വൈബ്രേഷൻ കിട്ടി. ലാസ്റ്റ്
മെഡിറ്റേഷന്റെ അന്നും നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. എനിക്ക് നല്ല ഒരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്തു. പിന്നെ രാവിലത്തെ ക്ലാസ്സുകൾ എനിക്ക് യാത്രയും ഒക്കെ ഉള്ള ദിവസങ്ങളിൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാതായി പോകും. അത് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമാണ് മൊത്തം. ഇന്ന് എനിക്ക് പറ്റിയില്ലല്ലോ അറ്റൻഡ് ചെയ്യാൻ. ഇനിയിപ്പൊ നാളെ ഞാൻ യാത്രയില്ല, കാസർഗോഡേക്ക് പോകുന്നു. ഇപ്പൊ രാവിലെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ചൊവ്വാഴ്ച നന്നായി ഉറങ്ങിക്കോളൂ. ശരി ശരി സാറേ. രാവിലെ നേരത്തെ എഴുന്നേറ്റാ മതി. പിന്നെ എന്നും ഒരു ഇത് പറയാനുള്ളത്, എന്നും ഇത് വെച്ചാൽ നന്നായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമുണ്ട്. എല്ലാവരും ഉത്സവ സീസൺ തീരട്ടെ, അതാണ് ആദ്യം പറയാറ്. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു. സുധ ടീച്ചറെ ഉറങ്ങിപ്പോയി, അൺമ്യൂട്ട് ചെയ്യൂ, പറയൂ. എനിക്ക് ഉഷാറില്ലല്ലോ, എന്തൊരു ഉഷാറില്ലല്ലോ. അല്ല, കുഴപ്പമില്ല. പറയുന്നു, ബാക്കി പറയൂ. ഈ മെഡിറ്റേഷൻ കോഴ്സ് എനിക്ക് അല്ലെങ്കിൽ കുറച്ച് ഇതേപോലെ അലർജി ഉണ്ട്, ശ്വാസം മുട്ടൽ പോലെ ഉണ്ട്. പിന്നെ ആ കോവിഡ് വന്നതിന് ശേഷമാണ് അത്ര പ്രശ്നമായതേ. പിന്നെ ഇൻഹേലർ ഇങ്ങനെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഇതപ്പോ ഒരു നേരാക്കി കുറച്ചിട്ടുണ്ട് ഇൻഹേലറ്. പിന്നെ ബാക്കി മേലും കൈയും വേദന, സ്പോണ്ടിലൈറ്റിസിന്റെ പ്രശ്നങ്ങളൊക്കെ ഏകദേശം ഇല്ല എന്ന് തന്നെ പറയാം, അത്രയും മാറിയിരിക്കും. പിന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ ജനുവരി മുതൽക്കാണ് ഇതിൽ ജോയിൻ ചെയ്ത്. ആദ്യത്തെ ഒരു സെപ്റ്റംബർ വരെയൊക്കെ നന്നായി എല്ലാ ദിവസവും ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നല്ല മാറ്റമുണ്ട്. അതിനുശേഷം ഇവിടെ കുറച്ച് വർക്കൊക്കെ റെനോവേഷൻ വർക്ക് ഉണ്ടാവുകൊണ്ട് ഒരു 2 മാസം കുറച്ചൊരു അത്ര ഇങ്ങോട്ട് ഇടയ്ക്കൊക്കെ ജോയിൻ ചെയ്യും, അങ്ങനെ പോയി. പിന്നെ ഇപ്പൊ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ ജോയിൻ ചെയ്യുന്നുണ്ട്. പിന്നെ മോളുടെ ഒരു എൻഗേജ്മെന്റ് ഉണ്ടായിരുന്നു, ആ തിരക്കും കഴിഞ്ഞപ്പോ ഇപ്പൊ എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യുന്നുണ്ട്, നന്നായി ചെയ്യാൻ പറ്റുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോ പിന്നെ എന്താ വെച്ചാ ഈ മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷം നല്ലൊരു ആത്മവിശ്വാസം വന്നു. അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ ഇവർക്കൊക്കെ വല്ല അസുഖം വന്നിട്ടുണ്ടെങ്കിൽ, ജലദോഷമോ കോൾഡൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ മാസ്ക് ഇട്ടിട്ട് വീട്ടിന്റെ ഉള്ളും കൂടി നടക്കുക പേടിച്ചിട്ട്. കാരണം അവർക്കൊക്കെ മാറും, പക്ഷെ എന്റെ പെട്ടെന്ന് മാറില്ല. എനിക്ക് പിന്നെ ശ്വാസം മുട്ടൽ പോലെയും പ്രശ്നങ്ങളൊക്കെ ആവും. ഇപ്രാവശ്യം ഇപ്പൊ ഇവർക്ക് 2 പേർക്കും വയ്യാണ്ടായി. ഞാൻ ഒരു മാസ്ക് ഇട്ടിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. AC-ലാണിപ്പോ വണ്ടിയിൽ ഇവരുടെ ഒപ്പം ഞാൻ പോവുകയും ചെയ്യും. അതെ, സത്യം. എനിക്കില്ലെങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് വരും. ഇവർക്ക് വന്നാൽ എനിക്ക് ഉടനെ വയ്യായ വരേണ്ടതാണ്, പക്ഷെ എനിക്ക് വന്നിട്ടുമില്ല. പിന്നെ എന്താ വെച്ചാൽ ഞാൻ മാസ്ക് 2 മാസ്ക് ഇട്ടിട്ടൊന്നും നടന്നിട്ടുമില്ല. അതൊരു വളരെ മാറ്റം. പിന്നെ കുറച്ച് പറയുമ്പോൾ ആത്മവിശ്വാസം, കുറച്ച് വിൽ പവർ എന്നാലും ഉണ്ട് കേട്ടോ. ഇനിയും കുറച്ചും കൂടി കടമ്പകളൊക്കെ ഉണ്ട് എനിക്കും. ഒരു വിഷമം, വെറുതെ ഇരിക്കുമ്പോ വിഷമം. ഞങ്ങൾ കൈപിടിച്ച് കൊണ്ടുപോകണ്ടല്ലോ, പിന്നെന്താ? കൈപിടിച്ച് കൊണ്ടുപോകണ്ടല്ലോ. എന്ത് നിങ്ങൾ കൈപിടിച്ച് കൊണ്ടുപോകണ്ടല്ലോ, പിന്നിൽ വന്നാൽ മതി. അതെ, പക്ഷെ എന്നാലും ഒരു ഇടയ്ക്കൊക്കെ ഒരു ഡൗൺ ആവുന്നുണ്ട്. ഞാൻ എന്നെ തന്നെ വിലയിരുത്തുമ്പോ വളരെ അന്നത്തെ ഭയങ്കര ഡിപ്രഷൻ, വളരെ വിഷമം, അതിന്നൊക്കെ വിട്ടു. ഇനിയിപ്പൊ ഇതൊക്കെ ആയിരിക്കാം, എന്റെ ആ ഏജിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവായിരിക്കാം. അപ്പൊ എന്താ വെച്ചാ ഭയങ്കര മുഴുവനൊന്നും. അതെ, നീ കുറച്ചും കൂടി ആവണം. ആയി വരുമല്ലോ, മാറ്റല്ല. വേറെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ? ഞാൻ ഉണ്ടാവും സാറിന്റെ കൂടെ എപ്പോഴായാലും, ഏത് ക്ലാസ്സിലും ഞാനും ഉണ്ട് പറയുമ്പോൾ മാക്സിമം. അപ്പൊ വളരെ താങ്ക്സ് സാർ. ഞാൻ എപ്പോഴും പറയും, ഇവര് പറയും ഇപ്പൊ ഞങ്ങളോട് സംസാരിക്കണേക്കാൾ കൂടുതൽ സാറിനോടാണ് സംസാരിക്കണത്, സാറിന്റെ കൂടെയാണ് ഞങ്ങളെക്കാൾ കൂടുതൽ സമയം ഇരിക്കണമെന്ന് വീട്ടുകാര് അതെപ്പോഴും പറയാറുണ്ട്. രാവിലെ വൈകിട്ടും അങ്ങനെയുള്ളൂ ശരിക്കും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാനാണ്, രാത്രി ഞാനാണ്. തീർച്ചയായിട്ടും. അതെ. ഓക്കെ, ശരി. അപ്പൊ താങ്ക് യു സർ. താങ്ക് യു. ഇന്ദിര പറയൂ, അൺമ്യൂട്ട് ചെയ്യൂ. അൺമ്യൂട്ട് ആയിട്ടില്ല. എനിക്ക് ഇന്നിപ്പോ കേറാൻ ബുദ്ധിമുട്ടായി. പിന്നെ നെറ്റ് പ്രോബ്ലം വന്നു. ഇതിനു മുമ്പ് ഒരു ദിവസം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. നെറ്റിന്റെ പ്രശ്നമാണ്. കുറെ
കഴിയാറായി അപ്പോഴാണ് ഒക്കെ ശരിയായി വന്നത്. അപ്പോഴേക്കും ക്ലാസ് കഴിയുകയും ചെയ്തു. അങ്ങനെ എനിക്ക് ഒരു ദിവസം നഷ്ടപ്പെടുത്താൻ ഭയങ്കര ഒരു വിഷമായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമാണ് ക്ലാസ്. മെഡിറ്റേഷനും പ്രാണായാമയൊക്കെ ചെയ്യണത് നല്ല മാറ്റമായി. പ്രാണായാമം സംഭവിച്ചില്ലല്ലോ. ചെയ്ത് 21 ദിവസം ജോയിൻ ചെയ്ത് നഷ്ടങ്ങളൊന്നും സംഭവിച്ചില്ലല്ലോ. 21 ഇല്ല ദിവസം ജോയിൻ ചെയ്ത് നഷ്ടങ്ങൾ സംഭവിച്ചില്ലല്ലോ. 20 ദിവസമേ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഗുണങ്ങൾ കുറെ പറയാനുണ്ട്. പക്ഷെ എനിക്ക് എഴുതി വെച്ചിട്ടൊന്നുമില്ല. എന്ന് രാവിലെ തന്നെ നേരത്തെ ഒരു യാത്രയായിരുന്നു. എനിക്ക് ഇപ്പൊ കുറച്ചു മുമ്പേ എത്തിയല്ലോ. അത് അപ്പൊ കുറെ കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. എനിക്ക് ഫിസിക്കലി ഡിസ്കിന്റെ പ്രോബ്ലങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വന്ന ഒരു ഉളുക്ക് പോലെ ഉണ്ടായിരുന്നു. അത് മാറിയായിരുന്നില്ല. പക്ഷെ മരുന്നൊക്കെ കഴിച്ചായിരുന്നു, എന്നാലും മാറിയായിരുന്നില്ല. അപ്പൊ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയാന്ന് അറിയില്ല. ഇപ്പൊ എനിക്ക് ആ ഉൾക്കല ഒക്കെ മാറി. പിന്നെ കോവിഡിന് ശേഷം ബ്രീത്തിങ് രാത്രി കിടക്കുമ്പോ പകുതി വരെ ശ്വാസം അങ്ങനെ കിട്ടുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ശ്വാസം മുട്ട് പോലെ ഇങ്ങനെ തോന്നാറുണ്ട്. പിന്നെ ഒരു ശബ്ദം ഇങ്ങനെ ക്രീന്ന് പറഞ്ഞിട്ട് എന്താ പറയാ, കഫം നിറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ ഉറക്കം 2 ദിവസം ഇതിനിടയ്ക്ക് കുറെ വൈകി. അത് സാറിന്റെ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ കിടന്നില്ലെങ്കിൽ എനിക്ക് പിന്നെ ഉറങ്ങാൻ കുറച്ച് താമസം വരാറുണ്ട്. അങ്ങനെ ആയിരിക്കും വിചാരിക്കുന്നു. പിന്നെ എനിക്ക് ഉറക്കം കിട്ടുന്നുണ്ട്. പൂർണ്ണമായിട്ട് ഒരു 5 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ പറ്റുന്നുണ്ട്. അത് ഭയങ്കര പ്രശ്നമായിരുന്നു. അത് മാറി. പിന്നെ ഇപ്പൊ ലങ്സിന്റെ പ്രശ്നം, ബ്രീത്തിങ് കപ്പാസിറ്റി കൂടി. ഇപ്പൊ നല്ലോണം ഉണ്ട്. ഇപ്പൊ എന്താ പറയാ, ചക്ര അതൊക്കെ ഇല്ലേ, അതൊക്കെ ആകുമ്പോ ഒപ്പം ഇങ്ങനെ ആ മന്ത്രം ഒരുമിച്ച് അറ്റം വരെ ഒരുമിച്ച് ഇങ്ങനെ ചെല്ലാൻ പറ്റാറുണ്ട്. അതൊക്കെ നല്ലൊരു സന്തോഷമായിരുന്നു. അടുത്ത 2 ദിവസം പ്രാണായാമം മാത്രം എടുക്കുന്നത്. അപ്പൊ ഒന്നുകൂടെ നിങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും. നിനക്ക് മാത്രമല്ല, മറ്റെല്ലാവർക്കും ഒന്നുകൂടെ ക്ലിയർ ചെയ്തു തരും 2 ദിവസം. വേറെ എന്തെങ്കിലും? പിന്നെ അല്ല, എനിക്ക് ഇനി ഉണ്ട്. പക്ഷെ എനിക്ക് ചൊവ്വാഴ്ച എനിക്ക് പറ്റുന്ന തോന്നില്ല. വേറൊരു ക്ലാസ് ഉണ്ട്. അത് കാരണം അന്നത്തെ ക്ലാസ് പിന്നെ കഴിഞ്ഞു. അതോടുകൂടി ഈ 21 ദിവസം കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞു. വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാവും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, നേരത്തെ പറഞ്ഞില്ല, ഞാൻ കുറച്ച് തിരക്കിലാണ്. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് അടുത്ത ഇനി കണ്ടിന്യൂസ് സ്റ്റേപ്പിൽ മുടക്കുള്ളൂ. വൈകിട്ട് രാവിലത്തെ ക്ലാസ് തടസ്സം ഉണ്ടായിരിക്കില്ല. എനിക്കൊരു ശ്വാസം ഉണ്ടെങ്കിൽ രാവിലത്തെ ക്ലാസ് സെഷൻ ഉണ്ടായിരിക്കും. വൈകിട്ടുള്ള ക്ലാസ് ഞാൻ ഇപ്പൊ പറഞ്ഞില്ല. രാവിലെ ഞാനില്ല ഇതുവരെ. എനിക്കറിയാം രാവിലെ നിങ്ങൾ ഇല്ലാതെ എനിക്കറിയാം. വൈകിട്ടൊക്കെ യോഗ ക്ലാസ്സിന് ചേരണമെന്നുണ്ട്. ഇല്ലാന്നറിയാം. അല്ല, എനിക്ക് ചേരണമെന്നുണ്ട്. ഇനി പുതിയ ക്ലാസ് തുടങ്ങുന്നുണ്ടോ യോഗയുടെ? പുതിയ ക്ലാസ് ഇവിടെ ജോയിൻ ചെയ്യാം. ഇവിടെ പുതിയ ക്ലാസ് പറഞ്ഞ സംഭവമില്ല. ഇവിടെ ഞാൻ ഒന്നും പഠിപ്പിക്കുന്നില്ല. നിങ്ങളെ ഒരാളെയും പഠിപ്പിക്കുന്നില്ല. നിങ്ങൾ സ്വയം പഠിക്കുന്നില്ല. ഞാൻ ഒരാളെയും പഠിപ്പിക്കുന്നില്ല. എല്ലാവരും 1 മാസം കോഴ്സ് ജോയിൻ ചെയ്യൂ, നിങ്ങൾക്ക് സ്വയം ചെയ്യാം, അതൊന്നും ഞാൻ പറയാറില്ല. ഈ പറയുന്ന വ്യക്തികൾ ഒരാളെ ഞാൻ 1 മാസം കോഴ്സ് എടുത്തിട്ടില്ല. ഇവര് വരുന്നു, ഇവര് ചെയ്യിക്കുന്നു, അത്ര. നിങ്ങൾ വരുന്നു, നിങ്ങളെ ചെയ്യിക്കുന്നു, അത്രേ ഉള്ളൂ. ഇവിടെ അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല. എനിക്ക് ഡിസ്കിന്റെ പ്രശ്നമുണ്ട്. നാളെ നമുക്ക് സംസാരിക്കാം. ഇപ്പൊ വേണ്ട, ഇപ്പൊ സമയം വൈകിക്കൊണ്ടിരിക്കുക. അതിനെ കുറിച്ച് നാളെ സംസാരിക്കാം. രാജലക്ഷ്മി ഉറങ്ങുന്നുണ്ട്. രാജലക്ഷ്മി പറയൂ. രാജലക്ഷ്മി കുറച്ച് ഉറക്കത്തിൽ എത്തിയിരുന്നു. പറയൂ രാജലക്ഷ്മി. ഇല്ല, ഉറങ്ങണൊന്നുമില്ല സർ. പറയൂ. കാര്യമായിട്ട് പറയണ്ടല്ലോ അവിടെ. അല്ല, നാളെ നേരത്തെ എണീറ്റ് പോകേണ്ട സന്തോഷത്തിലായിരിക്കും അല്ലേ? അതെ അതെ അതെ. ഇപ്പൊ ഉറങ്ങാൻ പറയായിരുന്നു സർ. ഞാൻ ഏകദേശം 2 വർഷമായി സാറുടെ യോഗ, മെഡിറ്റേഷൻ എല്ലാ ഗുണങ്ങളും ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. പക്ഷെ കഴിഞ്ഞ 2 മാസമായിട്ട് എനിക്ക് മിസ് ചെയ്യണം അതൊക്കെ. അപ്പൊ ഈ 21 ദിവസത്തെ ക്ലാസ് ശരിക്കും എനിക്ക് മെന്റൽ ആൻഡ് ഫിസിക്കൽ സ്ട്രെങ്ത് തന്നിട്ടുണ്ട്. ശരിക്കും അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 21 കഴിയാറായി. 21 ദിവസം ഇന്നത്തോടെ കഴിഞ്ഞു. ദൈവം സഹായിച്ച് 21 ദിവസം ഞാൻ ഇന്ന് വരെ അറ്റൻഡ് ചെയ്തു. അത് കാരണം എനിക്ക് യോഗയൊക്കെ തിരിച്ച് പഴയ പോലെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. അത് വലിയൊരു അനുഭവമാണ്. ശരിക്കും മെന്റലി ഫിസിക്കലി സ്ട്രെങ്ത് എനിക്ക് എന്റെ കാലിന് ചെറിയൊരു അസുഖം, ഫ്രാക്ചർ ആയിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ റിക്കവർ ആവാൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ള കാര്യം, ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും വരുന്നില്ല. അത് വളരെ എടുത്തു പറയേണ്ട കാര്യമാണ് സർ. കാരണം ഇപ്പോ മനസ്സിലൊന്നും ആവശ്യമില്ലാത്ത ഒന്നും ചിന്തിക്കാൻ
തോന്നണേ ഇല്ല. എന്തെങ്കിലും ചെറിയൊരു ചിന്ത വരുമ്പോ തന്നെ അത് സ്വയം നമുക്ക് സെൽഫ് കൺട്രോൾ എന്നുള്ള ഇത് നന്നായിട്ട് ഞാൻ അനുഭവിക്കുന്നുണ്ട്. ആ ഒരു ഇതുണ്ട്. പിന്നെ സാറ് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ചോണ്ട് പോവാറുണ്ട് എന്നുള്ളത്. അത് നന്നായി അനുഭവിച്ച ആളാണ്. കാരണം ഞാൻ ഫ്രാക്ചർ ആയ ദിവസം തന്നെ സാറെ വിളിച്ചപ്പോ ഞാൻ ഞെട്ടിപ്പോയി. സാർ ശരിക്കും ഞെട്ടിപ്പോയി. ഞാൻ സാറെ ഉമ്മർത്ത് കണ്ടപ്പോ ഞാൻ തീരെ പ്രതീക്ഷിക്കാതെ അന്ന് മുതൽ ഓരോ ഒരു കഴിഞ്ഞ മാസം 1.5 മാസം മുമ്പ് രാജലക്ഷ്മി അപ്രതീക്ഷിതമായി ഞാൻ വീണു. ഇങ്ങനെ എന്താ പറയാ, കാല് പൊട്ടിയോ അല്ലെ കാലിന് എന്തോ ഡോക്ടറെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹം ഇരിക്കുന്ന ഏകദേശം ഒരു 5 കിലോമീറ്റർ അടുത്ത് ഞാനുണ്ട്, പാലക്കാട്. ഏകദേശം കഴിഞ്ഞ അപ്പൊ രാജലക്ഷ്മിയോട് പോലും പറഞ്ഞിട്ട് ഞാൻ അപ്രതീക്ഷിതമായി ഞാൻ അവിടെ ചെന്ന് പോയി. രാജലക്ഷ്മി തന്നെ ഞെട്ടിപ്പോയി. ഉണ്ടായ സംഭവമാണ്. അപ്പൊ അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് പലപ്പോഴും ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ സാറടുത്ത് എന്റെ ആരോഗ്യസ്ഥിതി അപ്ഡേറ്റ് ചെയ്യാൻ ഞാൻ വിട്ടുപോയിട്ടുണ്ട്. എങ്കിൽ കൂടെ സാറ് ഇടയ്ക്കിടയ്ക്ക് എങ്ങനെയുണ്ട് എന്താണ് ഇപ്പൊ സ്ഥിതി എന്ന് അന്വേഷിച്ച്. അതെ മ്യൂട്ടായി രാജലക്ഷ്മി മ്യൂട്ടായി. അൺമ്യൂട്ട് ചെയ്യൂ. പറയൂ, തുടരൂ. ഇല്ലല്ലോ, മ്യൂട്ടാണ്. വലിയൊരു അനുഭവമാണ്. എനിക്ക് ഇതൊക്കെയാണ് ഇത്രയേ ഉള്ളൂ സാർ പറയാൻ. ആയിക്കോട്ടെ, ശരി. ഓക്കെ, ബാബു സാർ വെയിറ്റ് ചെയ്യും. താങ്ക് യു സാർ. ഓക്കെ, ബാബു സാർ വെയിറ്റ് ചെയ്യൂ. ഇനി ആരാ? ഹേമ പറയൂ. ഹേമ ചേച്ചി പറയൂ, എന്താണ് വിശേഷം? 21 ദിവസം കാര്യം പറയൂ. ഞാന് സാറിന്റെ കൂടെ ജോയിൻ ചെയ്തിട്ട് 1.5 വർഷം ആവണു. 22 ഒക്ടോബറിലാണ് ചെയ്തത്. ഈ 21 ദിവസത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ വളരെ മെഡിറ്റേഷൻ വളരെ നന്നായിട്ട് വളരെ എൻജോയ് ചെയ്ത് നമ്മൾ അത് എത്രയും കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റി. അത് ശരിക്കും സന്തോഷമാണ് മനസ്സിന്. ഇനി ചക്ര മെഡിറ്റേഷൻ സാറ് മുമ്പ് ക്ലാസ് എടുത്തിട്ടുണ്ട്, അതിന് ഞാൻ ജോയിൻ ചെയ്തു. അന്ന് ചെയ്തപ്പോ എനിക്ക് ഭയങ്കര ഒരു വല്ലാത്ത ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു, നല്ലൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും രണ്ടാമതും ചെയ്തത്. ഇപ്രാവശ്യം ചക്ര മെഡിറ്റേഷൻ പോയപ്പോ ശരിക്കും ഹാപ്പി ആയി. കാരണം നല്ലൊരു ഉള്ളിലൂടെ ഒരു വലിയൊരു ഫീലിംഗ് ആയിരുന്നു അത് ആ മെഡിറ്റേഷൻ ചെയ്ത് കഴിയുമ്പോൾ. അതായത് സാധാരണ മെഡിറ്റേഷനും ഇത് എല്ലാ ദിവസവും ഒരു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെഡിറ്റേഷൻ എന്ന് തന്നെ പറയാം സാറിന്റെ. അപ്പൊ ഒരേപോലെയുള്ളതല്ല, ഞാനും എല്ലാത്തിനും ഡിഫറെന്റ് ആയിട്ട് വ്യത്യാസം ഉള്ളതുകൊണ്ട് നമുക്ക് അത് ശരിക്കും എൻജോയ് ചെയ്താണ് ഞാൻ 21 ദിവസം. അതിൽ ഒരു ദിവസം എനിക്ക് മിസ്സായിട്ടുണ്ടായിരുന്നു, ഞാൻ നാട്ടിൽ പോയതുകൊണ്ട്. പക്ഷെ ബാക്കി എല്ലാ ദിവസവും ഞാൻ നല്ല എൻജോയ് ചെയ്തിട്ടാണ് ഈ 3/4 മണിക്കൂറും ചെയ്തത്. അതേപോലെ പ്രാണായാമം അത് വളരെ നമുക്ക് വളരെ നന്നായിട്ട് ചെയ്യാം, നല്ലൊരു ചെയ്യാൻ പറ്റി. അതേപോലെ കോൺസെൻട്രേഷൻ കൂടി മെഡിറ്റേഷൻ ചെയ്തതുകൊണ്ട് എല്ലാം നല്ല ഗുണങ്ങൾ തന്നെയാണ് ഇത് ചെയ്തതുകൊണ്ട് എനിക്ക് കിട്ടിയിരിക്കുന്നത്. താങ്ക് യു സർ. ഇതേപോലെ നല്ല നല്ല ക്ലാസ്സുകൾ ഇനിയും എത്ര ക്ലാസ് ഉണ്ടായാലും ഇനിയും ജോയിൻ ചെയ്യും. ഇല്ല, പ്രത്യേകിച്ച് എല്ലാം നന്നായിട്ട് പോകുന്നുണ്ട്. ഇതേപോലെ തന്നെ വീണ്ടും ഇനിയും പോകണം തന്നെയാണ് എന്റെ ആഗ്രഹം. എത്ര വർഷമായാലും സാറിന്റെ കൂടെ തന്നെ ഇതേപോലെ പോകണം തന്നെയാണ് എന്റെ ആഗ്രഹം. ലീമ വിജയൻ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല വരുന്നില്ല. അൺമ്യൂട്ട് ചെയ്യാ, ഇവിടെ പോട്ടെ. അൺമ്യൂട്ട് ചെയ്യാൻ പറ്റും നോക്കൂ. അൺമ്യൂട്ട് ചെയ്യൂ. ഒരു സിഗ്നൽ ഇല്ല അവിടെ. ഇല്ല, ആയിട്ടില്ല. ആ മ്യൂട്ട് എന്നാണ് ഓപ്ഷൻ. മ്യൂട്ട് അവിടെ റെഡ് കത്തുന്നത് സിഗ്നൽ ഇല്ലേ? മ്യൂട്ട് വന്നില്ല. അൺമ്യൂട്ട് ആയിട്ടില്ല. ഇപ്പഴാ സാർ? യെസ്, പറയൂ. ഇപ്പൊ പറയൂ. എന്താണ് നമ്മുടെ എന്നോടൊപ്പമുള്ള യാത്രയെ കുറിച്ചുള്ള യാത്ര? ഞാൻ സാറിന്റെ കൂടെ വന്നിട്ട് ഇപ്പൊ 3 മാസം വന്നുണ്ട്. എനിക്ക് നല്ല വ്യത്യാസമുണ്ട് എന്റെ ശരീരത്തിന്. ഞാൻ സാറിന്റെ അടുത്ത് എന്റെ അസുഖങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലോ, അതെല്ലാം ശരിക്കും വ്യത്യാസം വന്നു. പിന്നെ ഈ 21 ദിവസത്തെ മെഡിറ്റേഷൻ സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ.
അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമായി. എനിക്ക് എൻ്റെ മനസ്സിന് എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുമായിരുന്നു. എനിക്ക് എന്തെങ്കിലും അസുഖം വരുമ്പോ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുമായിരുന്നു. അതെല്ലാം മാറി. എൻ്റെ കൊച്ചു മോൻ്റെയും ചിലപ്പോൾ ഞാൻ ദേഷ്യപ്പെടുമായിരുന്നു. അതെല്ലാം ഞാൻ മാറി. ഇപ്പൊ നല്ല ഒരു ഉന്മേഷം, ഒരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട് എപ്പോഴും. പിന്നെ എൻ്റെ ശരീരത്തെ പറ്റി ഞാൻ വളരെ ശ്രദ്ധിച്ചിരുന്നില്ല. ഇപ്പോഴും ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അത് സാറിന്റെ നന്ദി സാറ്, ഒരുപാട് നന്ദി. പിന്നെ എനിക്ക് അലർജി ഉണ്ടായിരുന്നു. പൊടിയടിക്കുമ്പോൾ അപ്പോഴേ എനിക്ക് ശ്വാസം മുട്ട് തുടങ്ങുമായിരുന്നു. ഇപ്പോഴതില്ല, അത് മാറി. ഇപ്പൊ പൊടിയടിക്കുമ്പോ എനിക്ക് മാസ്ക് ഒന്നും വെക്കേണ്ട ഒരു കുഴപ്പമില്ല ഇതുവരെ. അത് കഴിഞ്ഞതിന് ശേഷം ഇത് യോഗ കയറിയതിനു ശേഷം. അതുപോലെ എന്റെ കൈയുടെ ഞരമ്പിന്റെ കാര്യം സാറിന്റെ അടുത്ത് പറഞ്ഞിരുന്നല്ലോ. ആ കൈ ഇപ്പൊ നല്ല ബലം വന്നു തുടങ്ങി. ഇപ്പോഴ് വലത് കൈ മറ്റേ ബലമില്ലായിരുന്നു, ഒന്നും എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അതുപോലെ ഇടത് കൈക്ക് ഒരു വിറയിലുണ്ടായിരുന്നു, അത് കുറഞ്ഞു തുടങ്ങി. വിറയില് അത്രയും വ്യത്യാസം വന്നു. എനിക്ക് എപ്പോഴും സന്തോഷമാണ് ഇപ്പൊ. പിന്നെ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും ഞാൻ ഇപ്പൊ അതൊരു പോസിറ്റീവായിട്ട് തന്നെ എടുക്കും. ഒന്നുമില്ല, എല്ലാം നടക്കും, അതിന്റെ വഴി പോലെ നടക്കും എന്നുള്ള ഒരു ചിന്തയാണ് ഇപ്പൊ. പിന്നെ സാറിന്റെ ഇപ്പൊ കഴിഞ്ഞ ഡിസംബറിൽ സാറിന്റെ ക്ലാസ്, മെഡിറ്റേഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ലല്ലോ. മോന്റെ അടുക്ക പോണോണ്ട് ഞാൻ പറഞ്ഞല്ലോ സാറിന്റെ അടുത്ത് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. സാർ ചോദിച്ചപ്പോൾ അത് ഇപ്പൊ വിചാരിക്കണം അന്ന് ജോയിൻ ചെയ്താൽ മതി, അന്നേ ജോയിൻ ചെയ്തെങ്കിൽ കുറച്ചുകൂടെ എനിക്ക് ബെറ്റർ ആവാൻ പറ്റുമായിരുന്നു. അത്രയ്ക്ക് എനിക്ക് ഭയങ്കര സന്തോഷം. സമയമുണ്ടല്ലോ. ഇപ്പോഴും എല്ലാം ചെയ്യണമെന്നുള്ള ഒരു, സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പോസിറ്റീവ് എനർജി എനിക്ക് കിട്ടിയിട്ടുണ്ട്. മറ്റേ എനിക്ക് നേരത്തെ ഒന്നും ചെയ്യാൻ പറ്റൂല. എന്റെ ഹസ്ബൻഡ് എല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരുന്നു, എല്ലാം ചെയ്ത് തന്നുകൊണ്ടിരുന്ന ഒരാളായിരുന്നു. അപ്പൊ എനിക്ക് ഒരു ജോലിയില്ല, ഒന്നുമില്ല. അദ്ദേഹം പോയതിന് ശേഷം എന്നെ കൊണ്ട് ഇനി ഒന്നിനും പറ്റത്തില്ല എന്ന് വിചാരിച്ചു കുറച്ചു നാള് മക്കള് കൂടെ നിന്ന് എല്ലാം ചെയ്തു തന്നു. ഇപ്പൊ ഒറ്റയ്ക്ക് ചെയ്യാനുള്ള എല്ലാ ഒരു എനർജി ഉണ്ടായി. പറ്റും, എന്നെ കൊണ്ട് എല്ലാം പറ്റും എന്നുള്ള ഒരു ഇതുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സന്തോഷം. ഒരുപാട് നന്ദി സാറിന്റെ കൂടെ വന്നതില്. താങ്ക് യു സാർ. ഇതുപോലെ തന്നെ നിങ്ങളെ കൊണ്ടുപോകും സാറിന്റെ കൂടെ എന്നും. എനിക്ക് സാറിന്റെ കൂടെ തന്നെ ഞാൻ എന്നെ കൊണ്ട് പറ്റുന്നിടത്തോളം ഞാൻ സാറിന്റെ കൂടെ നിൽക്കും. ഞാനായിട്ട് ഒരിക്കലും വിട്ടുപോകില്ല. ഞാനായിട്ട് റിമൂവ് ചെയ്യാതെ പ്രശ്നമുണ്ട്. ഞാൻ സാർ എന്നെ ഒരിക്കലും റിമൂവ് ചെയ്യരുതെന്നാണ് പറയുന്നത്. ഞാൻ എല്ലാ ദിവസവും ഞാൻ ഈ യോഗ ക്ലാസ്സിന് ചേർന്നിട്ട് ഒരു 4 ദിവസം മാത്രം, മുട്ടുവേദനയായി 2 ദിവസം, അല്ലാതെ ഒരു ദിവസവും ഞാൻ ലീവ് എടുത്തിട്ടില്ല. എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഈ 21 ദിവസവും എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് ഒരു ദിവസം ഇല്ലെങ്കിൽ തന്നെ ഞായറാഴ്ച ആകുമ്പോൾ ഇന്ന് സാറിന്റെ ക്ലാസ് ഇല്ലല്ലോ, ഇനിയിപ്പോ എന്ത് ചെയ്യും എന്നുള്ള ഒരു എനിക്ക് വേണം, എന്നും വേണം. രാവിലെ 1 മണിക്കൂർ സാറിന്റെ കൂടെ എനിക്ക് നിന്നാലേ പറ്റുള്ളൂ. എനിക്ക് 2 ദിവസമൊക്കെ മുട്ടുവേദനയായി കുറച്ച് കള്ളങ്ങളൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ കാണിച്ചു സാർ ചെയ്യണമെന്നും എനിക്ക് ചെയ്യാൻ പറ്റാതെ. പക്ഷെ എനിക്ക് കേറാതിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് കേറാൻ പറ്റത്തില്ല. ഇപ്പൊ മുട്ടുവേദനയ്ക്ക് ആശ്വാസമുണ്ട്, നല്ല ആശ്വാസം കിട്ടി. ഒരു ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കുന്നു. തേയ്മാനം ഉണ്ടെന്ന് പറഞ്ഞെന്നാലും എനിക്ക് ചെയ്യണം. ഞാൻ ചെയ്യാതിരിക്കൂല. മോളെങ്ങനെ വഴക്ക് പറഞ്ഞു എന്നും അമ്മയ്ക്ക് മുട്ടുവേദന, അമ്മ ഒരു ദിവസമെങ്കിലും യോഗ മുടക്ക്. എനിക്ക് ഞാൻ പറഞ്ഞ അത് പറ്റത്തില്ല, യോഗ മുടക്കാൻ പറ്റത്തില്ല, വേദനിച്ചാലും ചെയ്യും. താങ്ക് യു സാർ, വളരെ നല്ല. ബാബു സാർ, താങ്കളാണ് അവസാനത്തെ ഫീഡ്ബാക്ക് പറയുന്നത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ക്ഷമിക്കുക, അവസാനം വരെ എത്തിയതിന് പറയൂ. താങ്ക് യു. നമസ്കാരം സാർ, ആൻഡ് നമസ്കാരം മോളി. നമ്മളെല്ലാം ഭാഗ്യശാലികളാണ്, അതോടൊപ്പം ലാസ്റ്റ് ഭാഗ്യശാലിയാണ് ഞാൻ. ഓക്കെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. എല്ലാവരും അക്ഷമരായും സമയം അതിക്രമിച്ചിരിക്കുന്ന ഈ സായം സന്ധ്യ ഭാഗ്യ
ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കുക. കാരണം എല്ലാവരും തന്നെ സൂചിപ്പിച്ച് കഴിഞ്ഞ കാര്യങ്ങൾ ഒരു ഓവർ റൈറ്റിംഗ്, ഓവർ ടോക്ക് ആയി പോകും. അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല, കാരണം വലിയ വിളയിട്ടുണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും ശ്വസിക്കുന്ന എന്നില്ല, അറിയുന്നുണ്ടോ ആരെങ്കിലും? ഇല്ല. ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ തന്നെ പറയാം, അപ്പൊ കാര്യങ്ങൾ എളുപ്പം. എന്തായാലും പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, നമ്മൾ ശ്വസിക്കുന്ന അറിയാറില്ല. അപ്പൊ അറിഞ്ഞുകൊണ്ട് ശ്വസിക്കാൻ പഠിപ്പിക്കുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു. അതോടൊപ്പം നമ്മുടെ സെൻസുകളിലേക്ക് പ്രാണോക്സിജൻ ചെല്ലാൻ ഒരു പ്രാക്ടീസാണ് ഇവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വേറെ ഒരുപാട് കാര്യങ്ങൾ കിട്ടണ്ട, ഞാൻ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം. പിന്നെ സാറിന്റെ കാര്യം പറഞ്ഞാൽ ടൈമിങ്, കാരണം എനിക്കൊക്കെ എന്ന് പറഞ്ഞാൽ കാരണം ഫ്രീഡം ഉള്ള കുറച്ച് വർക്ക് ആയതുകൊണ്ട് ടൈം ഞാൻ പഞ്ചോളിച്ച് നോക്കിയിരുന്നില്ല. സാറിന്റെ കാര്യത്തിലാണെങ്കിൽ മോർണിംഗ് ആൻഡ് ഈവനിങ് രണ്ട് സമയത്തും നമുക്ക് ടൈം പഞ്ചോളിറ്റി കാണിക്കാം, കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അറ്റൻഡ് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ വേണം. എന്നാലും നമ്മൾ പല പല കാര്യങ്ങളിൽ ഇടയ്ക്ക് പങ്കെടുക്കാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഒരു ദിവസം മാത്രം മിസ്സായിട്ടുള്ളൂ. പിന്നെ എന്നെ പറയുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ മാർച്ച് 20-ാം തീയതി ജോയിൻ ചെയ്തു. ഈ 20-ാം തീയതി വരുമ്പോൾ 1 വർഷം കഴിയാണ്, അതായത് മറ്റന്നാൾ. പറഞ്ഞു പറയുകയാണെങ്കിൽ നമ്മൾ ഫിസിക്കലി മെന്റലി നമ്മൾ പ്രിപ്പയർഡ്, അതായത് നല്ലൊരു ഹെൽത്തി ബോഡി ആൻഡ് മൈൻഡ്, ഇത് രണ്ടും ആകാൻ ഇതുപോലെ എന്റെ ജീവിതത്തിൽ ഞാൻ കുറെ പേരെയൊക്കെ പരിശോധിച്ചപ്പോൾ ഇതുപോലെ ഒരു അധ്യാപകനെ കിട്ടുക എന്നുള്ളത് ഭാഗ്യം ചെയ്തവർക്ക് മാത്രം കിട്ടുന്ന ഒരു സംഭവമാണ്. അതോടൊപ്പം അത് കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ ഏറെ കുറച്ചും കൂടി ഭാഗ്യം വേണം. പഠിക്കാനും മനസ്സിലാക്കാനും പലർക്കും പറ്റിയെന്ന് വരും, പക്ഷെ അത് ഫോളോ ചെയ്യാൻ, കണ്ടിന്യൂ ചെയ്യാൻ, ഇവിടെ ആരൊക്കെ സൂചിപ്പിച്ച പോലെയുള്ള കാര്യങ്ങൾ, കാരണം കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് അധ്യാപകന്റെ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു ആവശ്യകത. അതിനേക്കാൾ ഉപരി ആ പാർട്ടിസിപ്പൻസിനെ, അതായത് സ്റ്റുഡൻസിനെ മെച്ചുറാക്കി എടുക്കുക, അതിനെ അവർക്ക് റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതിൽ 100% സാറ് കാണിക്കുന്ന താല്പര്യം, ഇൻട്രസ്റ്റ്, അതിനോടുള്ള പ്രത്യേക എന്താ പറയുക അത്രയുള്ള ഒരു ഇൻട്രസ്റ്റ്, അതിന് നമ്മളെ അപ്രീഷിയേറ്റ് ചെയ്യണം. കാരണം പൈസ വാങ്ങിക്കുക എന്നുള്ളത് സ്ട്രിക്റ്റ് ആണ്, അതോടൊപ്പം ആ സ്ട്രിക്റ്റ് റിസൾട്ടിലേക്ക് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് സാർ ഇടയ്ക്ക് ഓരോ വോയിസ് ആയിട്ട് മെസ്സേജ് ആകട്ടെ വിഷമങ്ങൾ അവിടെ, അതിനോട് എനിക്കൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. സാർ പഠിക്കേണ്ട കാര്യം കർമ്മം ചെയ്തുകൊണ്ടേ ഇരിക്കാം, പഠിക്കേണ്ടവർ പഠിച്ചുകൊണ്ടേയിരിക്കും, അതിന്റെ റിസൾട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കും. കാരണം അവിടെ സാറിന്റെ പല സന്ദർഭങ്ങളിലും നമ്മൾ നോക്കുന്ന സംഭവമാണ് സാറിന് മാനസിക വിഷമം ഉണ്ടാകുന്നു. അങ്ങനെ വിഷമിക്കൊന്നും ഉണ്ടാകും, കാരണം എന്ന് വെച്ചാൽ വേദനയില്ല, എല്ലാവരുടെകളിലേക്കും എല്ലാം വ്യത്യസ്തമാണ് അല്ലെ. പല അതായത് 5 തരത്തിലാണ് കരലുകൾ ഇരിക്കുന്നത്. അത് സൃഷ്ടാവ് 5 തരത്തിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാലേ കാര്യങ്ങൾ നടക്കും എന്ന് പറഞ്ഞാൽ ഈ വന്നിരിക്കുന്ന എല്ലാവരും വിവിധ സംസ്കാരങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. സാറിന്റെ അടുത്ത് വരുമ്പോൾ ഏതാണ്ട് ഒരുപോലെയൊക്കെ ആക്കും, കുറച്ചൊക്കെ എന്ന് പറയാൻ പറ്റും. എന്ന് പറഞ്ഞ പോലെ പല കാര്യങ്ങളും ജീവിത പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജോലി പ്രശ്നങ്ങൾ, ഫാമിലി, കരിയർ, കുടുംബം ഒക്കെ പല പല കാര്യങ്ങളുണ്ടാവും. അപ്പൊ പലർക്കും ചില നോട്ട് തിയറി, അതുപോലെ തന്നെ ഈ 21 ദിവസത്തെ പ്രാണായാമം മെഡിറ്റേഷനെ കുറിച്ച് പറയും. 21 ദിവസത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ കാമൻ കോറ്റാകാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ടൈമിന്റെ കാര്യം നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. പിന്നെ ഉറക്കത്തിന്റെ കാര്യത്തിൽ കുറച്ചും കൂടി ഒരു ഡീപ്പ് സ്ലീപ്പ് സഹായിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് ഈ ഞാനത് സൂചിപ്പിച്ചു കഴിഞ്ഞ സംഭവമാണ്. ശ്വസനം നമ്മൾ അറിയാത്തൊരു സംഭവമാണ്. അത് ഇന്നത്തെ കാലത്ത് വേണ്ട പോലെ ആരും യോജിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പല അസുഖങ്ങളുടെയും ഒരു ഫണ്ടമെന്റൽ ബേസിക് എന്നാണ് നമ്മൾ മനസ്സിലാക്കി വരുന്നത്. അപ്പൊ അത് മനസ്സിലാക്കാനും പ്രാക്ടീസ് ചെയ്യുന്നതോടെ ഊർജം, അതായത് നമ്മളെ പ്രാണോർജം എല്ലാ സെല്ലുകളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നുണ്ട്. അത് തന്നെ നമ്മുടെ അസുഖങ്ങളെ കുറക്കും. പിന്നെ പ്രാണോർജം, വെള്ളം, അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഫുഡ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ പ്രധാന സംഭവം പ്രാണോർജമാണ്. നേരിട്ട് ശ്വസിക്കുന്നില്ല, എന്നാലും അറിഞ്ഞുകൊണ്ട് ശ്വസിക്കുന്നില്ല. ഇവിടെ വന്നിട്ട് അറിഞ്ഞ് ചോദിക്കുന്നുണ്ട്, നേരിട്ട് പോയി ചോദിക്കുന്നുണ്ട്. അതായത് നമ്മുടെ പ്രാണോർജം നമ്മുടെ ലെൻസിന്റെ കപ്പാസിറ്റിക്ക് അത്രയും എടുക്കുന്നില്ല. അല്ല 5%, 10% ഒക്കെ നിൽക്കുന്നുള്ളൂ. അതൊന്നും നേരിട്ട് പോയി ചോദിക്കില്ല, ഇങ്ങനെ കാണിക്കുന്നുള്ളൂ. ഇത് നമ്മൾ നിറച്ചെടുക്കുന്നു, പ്രത്യേകളയുന്നു. പിന്നെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള എയറാണ് നമുക്ക് കിട്ടുന്നത്. പൊല്യൂട്ടഡ് ആയാലും അല്ലെങ്കിലും അത് നമ്മുടെ സർവീസിന് വേണ്ട അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. എടുക്കാൻ ശ്രമിക്കുന്നില്ല, ഇവിടെ എടുക്കാൻ ശ്രമിപ്പിക്കുന്നുണ്ട്, പ്രാക്ടീസ് ചെയ്യിക്കുന്നുണ്ട്. എല്ലാവരും തന്നെ ഈ 21 ദിവസം ചെയ്തിട്ടുണ്ട്, അല്ലാതെയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിനെ തിരിച്ചും നമ്മളെല്ലാവരും ഭാഗ്യശാലികളാണ്. ഇതുപോലെ അധ്യാപകനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ, നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത്, അതായത് നമ്മളെ സ്റ്റേജ് എവിടെയാണോ ഇവിടെ ഇന്ത്യക്ക് പുറത്തൊക്കെ ഉള്ള വിവരം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ നമ്മൾ വേണ്ടത് ഒന്ന് ടൈം, നമ്മളൊന്ന് ശ്രമിക്കുക, ആഗ്രഹിക്കുക, അതിനുവേണ്ടി ടൈം അറേഞ്ച് ചെയ്യുക. ഒരു
ആൾറെഡി സ്ഥലം മതി ഇതിന്. ഓക്കെ, താങ്ക് യു ബാബു സാർ, താങ്ക് യു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഇതൊക്കെയാണ് ഏകദേശ കാര്യങ്ങൾ. താങ്ക് യു വെരി മച്ച്. കുറച്ചുപേരെ ഫീഡ്ബാക്ക്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ പറഞ്ഞത് എങ്കിൽ പോലും ഓരോരുത്തരോടുള്ള നന്ദിയും സ്നേഹവും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. പിന്നെ വീണ്ടും നിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടെന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങളുടെ എന്ത് മാനസിക ചിന്ത, ശാരീരിക ആരോഗ്യ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് പേഴ്സണലായിട്ട് എന്നെ വിളിക്കുക, ചോദിക്കുക, പറയുക, മനസ്സിലാക്കുക. കൃത്യമായ ഒരു സൊല്യൂഷൻ ഞാൻ പറഞ്ഞുതരും. ഏത് വഴിയിലൂടെ നിങ്ങൾ പോകണമെന്നും ഏത് വഴിയിലൂടെ പോകണ്ട എന്നും പോകുന്ന വഴി തിരിച്ചു വരണമെന്നും ഞാൻ കൃത്യമായി പറഞ്ഞുതരും. ആ രീതിയിൽ തന്നെയാണ് കൊണ്ടുപോകുന്നതെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. ചൂണ്ടി പറയുന്നില്ല, എല്ലാ പേരിലും അങ്ങോട്ട് ചൂണ്ടിയിരിക്കുന്നത്. ഒരു പേരിൽ മാത്രമല്ല, എല്ലാ പേരിലും ചൂണ്ടിയിരിക്കുന്നത്. മറ്റേ ഒരു പേരിൽ മാത്രമേ മാറി. ഓക്കെ, താങ്ക് യു എല്ലാവരോടും. വീണ്ടും നമുക്ക് താങ്ക് യു സാർ. താങ്ക് യു താങ്ക് യു എല്ലാവരോടും. സർ. താങ്ക് യു സാർ. താങ്ക് യു.